നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടി 10 ദിവസമായിട്ടും മഹാരാഷ്ട്രയിൽ സർക്കാരുണ്ടാക്കാൻ ബി.ജെ.പിക്കും സഖ്യകക്ഷികൾക്കും കഴിയുന്നില്ല. ഇന്ന് പ്രഖ്യാപിക്കും, നാളെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നതല്ലാതെ ആരാണ് മുഖ്യമന്ത്രിയെന്ന് സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിച്ചിട്ടും പറയാനാവുന്നില്ല. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ കടുംപിടുത്തം അവസാനിക്കാത്തതാണ് ബി.ജെ.പിക്ക് തലവേദന. മറ്റന്നാൾ സത്യപ്രതിജ്ഞ തീരുമാനിച്ചത് ശിവസേനയെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയാകാൻ കഴിയില്ലെന്ന് ഏക്നാഥ് ഷിൻഡെയ്ക്ക് അറിയാം. ആഭ്യന്തര വകുപ്പ് കിട്ടാനുള്ള നീക്കമാണിപ്പോൾ. ഷിൻഡെയുടെ ഭരണ മികവിലാണ് ഇത്രയും ശക്തമായ ഭൂരിപക്ഷം കിട്ടിയതെന്ന ശിവസേനയുടെ അവകാശവാദം ബി.ജെ.പി അംഗീകരിക്കില്ല. മഹാരാഷ്ട്രയിലെ ബി.ജെ.പി മുന്നണിയുടെ ഉജ്ജ്വല വിജയത്തിനു ശേഷം ഇന്ത്യ മുന്നണി തകരുന്നതും അഭിപ്രായ വ്യത്യാസം കൂടുന്നതും ബി.ജെ.പിക്ക് കരുത്താവുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നാടകത്തിന് അന്ത്യമാകുമോ? ബി.ജെ.പി നേതാവ് ശ്രീ ടി.പി. ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, മുംബൈയിലെ മാധ്യമപ്രവർത്തകൻ ശ്രീ സിബി സത്യൻ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, എന്തായാലും ഈ രാഷ്ട്രീയ നാടകത്തിന് ഉടൻ തന്നെ അറുതി വരുത്തുവാൻ ബി.ജെ.പിക്ക് കഴിയും. കാരണം അവിടെ ബി.ജെ.പിക്ക് അത്രയും മികച്ച ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. ഒറ്റയ്ക്കില്ലെങ്കിലും ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ നിന്ന് ഏതാനും സീറ്റുകൾ മാത്രമേ അകലെയുള്ളൂ. മാത്രമല്ല അജിത് പവാർ എൻ.സി.പി ബി.ജെ.പിക്കൊപ്പം ഉറച്ചു നിൽക്കുകയുമാണ്. ഷിൻഡെയുടെ ഈ വിലപേശൽ അതിന് അധികമായുണ്ടാകുമോ? ഒട്ടുമായിട്ടുണ്ടാകേണ്ടതല്ല. യഥാർത്ഥത്തിൽ ബി.ജെ.പി അതിശക്തമായ നിലയിലാണ്. ഏതാണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കേണ്ട 145 സീറ്റുകളാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതിനേക്കാൾ കേവലം 10-12 സീറ്റ് മാത്രമാണ് കുറവ്. അത് എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. സഖ്യകക്ഷികളുടെ കാര്യമായ പിൻബലമില്ലാതെ തന്നെ ബി.ജെ.പിക്ക് ഭരണത്തിലേക്കുള്ള ഒരു വഴി തുറന്നപ്പോഴാണ് അതിശക്തമായ വിലപേശലുമായി ഷിൻഡെ രംഗത്ത് വരുന്നത്. എല്ലാവരും പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത് അജിത് പവാറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിലപേശലുണ്ടാകാം. പ്രത്യേകിച്ച് ഒരു നാരോ മെജോറിറ്റിയാണ് മഹായുതി സഖ്യത്തിന് ലഭിക്കുന്നതെങ്കിൽ 10-30 സീറ്റുമായി അജിത് പവാർ കഠിനമായ വിലപേശൽ നടത്തും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അജിത് പവാർ മഹായുതിയിൽ ഒരു കുഞ്ഞാടായി നിൽക്കുകയാണ്. ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. ബി.ജെ.പിക്ക് പിന്നിൽ അതിശക്തമായി ഉറച്ചു നിൽക്കുന്നു. ഇവിടെ 80 സീറ്റിൽ മത്സരിച്ച് 57 സീറ്റിൽ വിജയിച്ച് സാമാന്യം മെച്ചപ്പെട്ട സ്ട്രൈക്ക് റേറ്റുള്ള ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയാണ് ഇപ്പോൾ ഒരു മാറിയ സ്വരമുയർത്തുന്നത്. ഈ പറയുന്നതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഈ ബി.ജെ.പിയുടെ മിടുക്കിലല്ല, മറിച്ച് ഈ ഷിൻഡെ എന്ന വ്യക്തിയുടെ ഒരു ജനകീയ പ്രതിച്ഛായ, ആ പ്രതിച്ഛായയാണ് മഹായുതിയെ ഭരണത്തിൽ വീണ്ടും എത്തിച്ചത് എന്ന ഒരു ലോജിക്. അതുകൊണ്ട് വിജയിച്ച് നിൽക്കുന്ന ആ ഫോർമുല, ആ മുഖ്യമന്ത്രിയെ മാറ്റി പ്രധാന കക്ഷിയായ ബി.ജെ.പിയുടെ നേതാവായ ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൻ്റെ അനൗചിത്യം വളരെ രഹസ്യമായി അകത്തളങ്ങളിൽ സംസാരിക്കുന്നു. പരസ്യമായിട്ടും ചില നേതാക്കൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് സഞ്ജയ് ഷിർസാദ് എന്നൊരു എം.എൽ.എ, അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് ഏക്നാഥ് ഷിൻഡെയുടെ ഒരു മികവിലാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം മഹായുതിക്ക് കിട്ടിയത്. പിന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഞായറാഴ്ച ഷിൻഡെ അദ്ദേഹത്തിന്റെ നാട്ടിലായിരുന്നുവല്ലോ അല്ലെ, ആ സമയത്ത് ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ നാട്ടിലേക്ക് പോകാറുള്ളത്. പിറ്റേ ദിവസം വലിയ എന്തോ ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന്. ഇങ്ങനെ ബി.ജെ.പിയെ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അത് തന്നെയാണല്ലോ ഇപ്പോൾ കാരണമായിരിക്കുന്നത്. ഈ 10 ദിവസമായിട്ടും മുഖ്യമന്ത്രി ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു മഹാമോശം കാര്യം കൂടിയാണ് അല്ലേ, ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടും. അത് തീരെ മോശമാണ്, തീർത്തും മോശമാണ്. അത് പ്രത്യേകിച്ച് ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടികൾ, ശിവസേനയ്ക്കും ബി.ജെ.പിക്കും കേഡർ സ്വഭാവമുള്ള അച്ചടക്കമുള്ള പാർട്ടികൾ എന്ന നിലയിൽ ഒരു ഫോർമുലയിൽ എത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ഷിൻഡെയുടെ കാര്യത്തിൽ ഈ ഒരു നേതാവ് സാമാന്യം ഒരു ലെവലിന് മുകളിലായി കഴിഞ്ഞാൽ ഇവരൊക്കെ ചെയ്യുന്നൊരു പണിയാണ് 2 ദിവസത്തേക്ക് അങ്ങോട്ട് മുങ്ങുക. ഇത് കൊറിയൻ ഏകാധിപതി, വടക്കൻ കൊറിയയിലെ ഏകാധിപതി കിം ജോങ് ഉൻ നിർണായക തീരുമാനം എടുക്കുന്നതിന് മുൻപ് തൻ്റെ വെള്ളക്കുതിരപ്പുറത്ത് ഒരു പ്രത്യേക വിശുദ്ധ മലയിൽ പോയി ധ്യാനമൊക്കെ ഇരുന്നതിന് ശേഷമാണ് വരുന്നത്. നരേന്ദ്രമോദി തന്നെ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇലക്ഷൻ കഴിയുന്നതിന് തൊട്ട് മുൻപ് ഏകാന്ത ധ്യാനത്തിലായിരുന്നു. ഒരിക്കൽ ഹരിദ്വാറിലും പിന്നീട് കന്യാകുമാരിയിലും ധ്യാനത്തിലിരുന്നു. അത്രയൊന്നും വന്നില്ലെങ്കിലും ഷിൻഡെയും തൻ്റെ റോള് ഗംഭീരമാക്കി തൻ്റെ സ്വദേശത്തേക്ക്
പോയി 2 ദിവസം അദ്ദേഹത്തിന് ഒരു എക്സ്ക്യൂസ് കൂടിയുണ്ട്. അദ്ദേഹത്തിന് തൊണ്ടവേദനയാണ്, പനിയാണ്. ആ എക്സ്ക്യൂസ് എല്ലാം പറഞ്ഞ് അദ്ദേഹം ധ്യാനനിരതനായി കുറച്ചുകൂടെ ഉത്സാഹവാനായി തിരിച്ച് ബൊംബെയിൽ എത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ചയെങ്കിലും ഒരു തീരുമാനമാകുമെന്ന പ്രതീക്ഷ ആസ്ഥാനത്തായി. ഇപ്പോൾ മറ്റന്നാൾ സത്യപ്രതിജ്ഞ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഷിൻഡെ പൂർണ്ണമായി അത് ഉൾക്കൊണ്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഒരു BJP മുഖ്യമന്ത്രിക്കല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിക്കുള്ള സാധ്യതയില്ല. അത് നിലവിലിരിക്കെ തന്നെ യഥാർത്ഥത്തിൽ ഷിൻഡെയ്ക്ക് വേണ്ടത് ആഭ്യന്തരത്തിൻ്റെ ചുമതല ഉള്ള ഒരാളെയാണ്. അതാണ് ഒന്നാമത്തെ ആഗ്രഹം. 2 സ്പീക്കർ സ്ഥാനം ആഗ്രഹിക്കുന്നു. അതൊരു പക്ഷേ ലഭിക്കില്ലായിരിക്കാം, BJP തന്നെ എടുക്കാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ പ്രധാനമാണ് സ്വന്തം മകനെ, ഇപ്പോൾ പാർലമെൻറ്റ് അംഗമായ, ലോക്സഭാ അംഗമായ സ്വന്തം മകനെ സംസ്ഥാനത്തെ കൊണ്ടുവന്ന് താൻ ഒഴിയുന്ന ഉപമുഖ്യമന്ത്രി പദത്തിൽ, മുഖ്യമന്ത്രി പദം കിട്ടില്ല, ഉപമുഖ്യമന്ത്രി പദത്തിൽ ഒരു തലമുറ മാറ്റം കൊണ്ടുവന്ന് ഭാവി തലമുറയുടെ കാര്യം പോലും സേഫാക്കി എടുക്കാനുള്ള ഒരു തന്ത്രം. ഇത് ഷിൻഡെയുടെ ഒരു തന്ത്രം മാത്രമാണോ അതോ ഇതിന് പിന്നിൽ എന്തെങ്കിലും സ്ഥാപിത ശക്തികളുടെ പ്രയത്നമുണ്ടോ എന്നതുകൂടി സംശയിക്കേണ്ടതുണ്ട്. വ്യവസായ ലോബിയോ എന്തെങ്കിലും കാര്യം, ഷിൻഡെയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം. അല്ല എങ്കിൽ ഷിൻഡെ ഭയക്കുന്ന ചില അഴിമതി ആരോപണങ്ങളോ മറ്റെന്തെങ്കിലും കാര്യം, ഇതുവരെ പുറത്തു വന്നിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടാകാം. അതുകൊണ്ട് വെറും ഒരു വിലപേശലിനുള്ള നമ്പേഴ്സ് ഇപ്പോൾ ഇല്ല. BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം അല്ലെ തന്നെ ഈ ശരത് പവാറിൻ്റെ അനന്തരവൻ അജിത് പവാറിൻ്റെ കക്ഷിയുമായി ചേർന്നുകൊണ്ട് ഭരിക്കാമല്ലോ. ഷിൻഡെ പ്രതിപക്ഷത്ത് പോയാൽ പോലും കാര്യമായ ദോഷം വരാനില്ല. പക്ഷേ ഇത് ചെയ്യുന്നതിന് പിന്നിൽ നമുക്കിപ്പോൾ ഗ്രാഹ്യമാകാത്ത എന്തോ അദൃശ്യമായ കാര്യമുണ്ട്. കേവലം ഒരു വിലപേശൽ എന്ന നിലയിലേക്ക് ഈ 10 ദിവസത്തെ നാടകം ഒരിക്കലും അവസാനിക്കേണ്ടതല്ല എന്ന് എനിക്ക് തോന്നുകയാണ്. ശരി, ശ്രീ TP ജയചന്ദ്രൻ, എന്തായാലും BJPക്ക് ഈ ഒരു സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്ര വലിയ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ 10 ദിവസമായിട്ടും ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതൊരു മോശം കാര്യമായിട്ട് വരികയാണ്. BJPക്ക് അങ്ങനെ എന്തായാലും BJPയുടെ മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ബീഹാർ മോഡലിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കണം എന്നൊക്കെ ഷിൻഡെ ശിവസേന പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യവും BJPക്ക് മഹാരാഷ്ട്രയിൽ ഇല്ല. കാരണം അത്ര വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. അജിത് പവാറിന്റെ NCP ഉറച്ചു നിൽക്കുന്നു, പിന്നെ ഏതാനും സ്വതന്ത്രരുടെ പിന്തുണ പോലുമുണ്ട്. അങ്ങനെ വരുമ്പോൾ കേവല ഭൂരിപക്ഷത്തിനൊക്കെ ഒരുപാട് മുന്നിൽ BJPക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും, ഒരു സംശയവുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു താമസം വരുന്നത്? അത് മൊത്തത്തിൽ പാർട്ടിക്ക് ഒരു മോശമുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. മഞ്ജുഷേ, വളരെ ശക്തമായ നിലയിലാണ് ദേശീയ ജനാധിപത്യ സഖ്യവും മഹാരാഷ്ട്രയിലെ സഖ്യവും എന്നത് ഈ തെരഞ്ഞെടുപ്പ് നൽകിയ കനത്ത വലിയ ഒരു പാഠം തന്നെയാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു പവർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടതാണ്. അധികാരവുമായി അതിന് ബന്ധമുണ്ട്. അത് നിരാകരിച്ചതുകൊണ്ട് കാര്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മഹാരാഷ്ട്രയിലെ അതിശക്തമായ വിജയത്തിന്റെ പുറകിൽ ഏതെങ്കിലും വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ മാത്രം വിജയമായിട്ട് അതിനെ കാണേണ്ടതില്ല. മറിച്ച് ഒരെണ്ണയിട്ട യന്ത്രം പോലെ ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് മഹാരാഷ്ട്രയിൽ അസാധ്യമെന്ന് തോന്നിയിരുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഷിൻഡെയുടെ നേതൃത്വത്തിൽ ശിവസേന രൂപീകരിക്കപ്പെടുമ്പോൾ അതിശക്തമാകുമെന്നുള്ളതായിരുന്നില്ല ജനങ്ങളുടെ പ്രതീക്ഷ. മറിച്ച് മറുപക്ഷമായിരിക്കും ശക്തമാവുക. അതുമാതിരി തന്നെ NCPയുടെ കാര്യം എടുത്താലും നേതൃത്വ ഗുണത്തിലും സംഘടനാ ബലത്തിലും മുൻപിട്ട് നിന്നിരുന്നത് മറുപക്ഷമായിരുന്നു എന്നുള്ളതായിരുന്നു ധാരണ. പക്ഷെ അതിനൊക്കെ കടപുഴകിക്കൊണ്ടാണ് മഹാരാഷ്ട്രയിലെ മഹായുതി ശക്തം എതിരാളികളെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടുള്ള ഈ വിജയം നേടിയിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പലതും മഹാരാഷ്ട്രയിലെ മഹായുതി ഘടകവുമായി ബന്ധപ്പെടുമ്പോൾ അതിലൊന്നും വാസ്തവമില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വ്യക്തമായ ചിത്രം സൂചിപ്പിക്കുന്നത്. നോക്കൂ, വളരെ കൃത്യമായ ചില നടപടിക്രമങ്ങളിലൂടെ മഹാരാഷ്ട്രയിലെ സർക്കാർ രൂപീകരണ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. മറ്റന്നാൾ അതിന്റെ രൂപീകരണം നടക്കും. അത് ആസാദ് മൈതാനിയിൽ വെച്ചായിരിക്കും. നമ്മൾ കേൾക്കുന്നതല്ല മഹാരാഷ്ട്രയിൽ നിന്ന് കിട്ടിയ വാർത്തകൾ എന്ന് ഞാൻ പറയുന്നത്. അവിടെ BJP അധ്യക്ഷനായ ചന്ദ്രശേഖർ ഭവൻകരയുടെ നേതൃത്വത്തിൽ ശിവസേനയുടെയും NCPയുടെയും നേതാക്കന്മാർ സംയുക്തമായി ആസാദ് മൈതാനത്ത് നടക്കുന്ന മുന്നൊരുക്കങ്ങളെ കുറിച്ച് വിലയിരുത്താൻ വേണ്ടി സ്ഥലം സന്ദർശിച്ചിരിക്കുന്നു. BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകരയുടെ നേതൃത്വത്തിലുള്ള ടീമിനകത്തേക്ക് ശിവസേനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗുലാബ് റാവു പാട്ടീലും സഞ്ജയ് ശിവറാസും ആ ടീമിന്റെ കൂടെ പങ്കെടുത്തതായിട്ടാണ് നമ്മൾ കിട്ടുന്ന വിവരം. ഇതോടൊപ്പം തന്നെ NCPയുടെ ധനഞ്ജയ് മുണ്ടയും ഹസൻ മുഷറഫും ആ ടീമിനകത്തുണ്ടായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഏതെങ്കിലും തരത്തിൽ ഇന്ന് നമ്മൾ മലയാള വാർത്തകളിൽ കേൾക്കുന്ന മാതിരി അസ്വാരസ്യങ്ങളോ അതൃപ്തിയോ ഉണ്ടായിരുന്നെങ്കിൽ
മഹാരാഷ്ട്രയിലെ മറ്റന്നാൾ നടക്കാൻ പോകുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ആസാദ് മൈതാനിയിൽ സംയുക്തമായി ഈ മുന്നണിയുടെ നേതാക്കന്മാർ ഒരുമിച്ച് സഞ്ചരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? മാത്രവുമല്ല, നമ്മൾ ഇന്ന് കേൾക്കുന്ന വിഭിന്നമായ വാർത്തകളാണ് മറ്റു ചില വാർത്തകൾ. ഇന്ന് ഷിൻഡെക്ക് അദ്ദേഹം രോഗബാധിതനായിരുന്നു എന്നുള്ളത് ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലാണുള്ള വാർത്തയായിട്ടാണ് മലയാള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതെങ്കിൽ അദ്ദേഹം ഇന്ന് കാലത്ത് താനെയിലെ ജൂപ്പിറ്റർ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ പരിശോധന പൂർത്തിയാക്കി. ശാരീരികമായി അദ്ദേഹത്തിന് അസ്വാസ്ഥ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഡിസംബർ 6-ാം തീയതി ദാദറിൽ നടക്കാൻ പോകുന്ന ഡോക്ടർ BR അംബേദ്കറുടെ മഹാപരിനിർവഹണ ദിന ആഘോഷ പരിപാടികളുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് അദ്ദേഹം ഓൺലൈനായിട്ടാണ് യോഗം വിളിച്ചു ചേർത്തത്. ആ യോഗം വിളിച്ചു ചേർത്തത് ഷിൻഡെയാണ്. ആ യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്നത് നിയുക്ത മുഖ്യമന്ത്രി ഫഡ്നാവിസും ചീഫ് സെക്രട്ടറി സുജാതയും ആ മീറ്റിംഗിൽ പങ്കെടുത്തു. കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളല്ല യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വന്നു. പക്ഷെ മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിച്ചിട്ടില്ല. ഇത്രയും ദിവസമായി 10 ദിവസമായി അതൊരു ഊഹാപോഹമല്ല. അത് മാത്രമല്ല, ഈ സത്യപ്രതിജ്ഞ തീയതി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ ശരിയാണ് താങ്കൾ പറഞ്ഞത്, അതിന്റെ മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ സ്ഥലം ഏതാണെന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. പക്ഷെ ഇത് ഒന്നിച്ചുള്ള ഒരു പ്രഖ്യാപനമായിട്ട്, മഹായുതിയുടെ ഒരു പ്രഖ്യാപനമായിട്ട് വരുന്നില്ല എന്നുള്ളത് ഊഹാപോഹമല്ല. ഷിൻഡെ ചികിത്സ തേടിയിരുന്നു എന്നുള്ള കാര്യവും അത് ശരിയാണ്, അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഷിൻഡെ ഇടയ്ക്ക് തെളിഞ്ഞും ഇടയ്ക്ക് ഒളിച്ചും നടക്കുകയാണ്. അതെന്തിനാണ് എന്നുള്ളത് വെറും ഊഹാപോഹമല്ലല്ലോ. അവിടെ BJPയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ഘടകം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തിനു വേണ്ടിയാണ് ഈ സമ്മർദ്ദം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ആഗ്രഹമുണ്ടായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. അതായത് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടിയിട്ട് പോലും ഒരു മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും മോശമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അത് ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എന്തായാലും ഷിൻഡെ പിണക്കത്തിലാണ് എന്ന കാര്യത്തിലും സംശയമില്ല. മഞ്ജുഷേ, അക്കാര്യത്തില് അത്തരം ഊഹാപോഹങ്ങൾ വെച്ചു പുലർത്തുന്നതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. അതിനുള്ള സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്കും ആളുകൾക്കും വ്യക്തികൾക്കും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറക്കെ പറയാം. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ബുധനാഴ്ച പഴക്കുല ഏതായാലും പുക വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ പുക വെക്കാൻ കിട്ടാതെ പുക വെക്കാൻ സാധ്യമല്ലല്ലോ. ഒരു മുന്നണി സംവിധാനത്തിൽ മത്സരിച്ച് ജയിച്ചവർക്ക് വളരെ കൃത്യമായ സ്വീപ്പ് മെജോറിറ്റി ലഭിച്ചിരിക്കുന്നു. ആ മെജോറിറ്റിക്കകത്ത് നമുക്കറിയാം അതിന് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്, ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആഗ്രഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഉണ്ടാകുന്നത് ഒരിക്കലും കുറ്റകരമല്ല. രാഷ്ട്രീയത്തിൽ പവർ സ്ഥാനങ്ങളോടുള്ള ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്നത് തെറ്റുമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ആഗ്രഹങ്ങൾ, വ്യത്യസ്തങ്ങളുടെ അഭിപ്രായങ്ങൾ, ഒരു മുന്നണിക്കകത്തുനിന്നും ചർച്ചകൾ അതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് പിടിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം അത്തരം തീരുമാനങ്ങളിൽ വ്യക്തത വരുത്തുകയും പരസ്പര ധാരണയിൽ ഒരുമിച്ച് മുൻപോട്ട് പോവുകയും, പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാമല്ലോ, ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പഴയ ജനതാ പരീക്ഷണം നമ്മുടെ മുമ്പിലുണ്ട്, തകർന്നുപോയ ചില സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ കൃത്യവും ശക്തവും വ്യക്തവുമായ അനുഭവ പാഠമുള്ള ഒരു പ്രസ്ഥാനമാണ് BJP. അത് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുമാണ് BJP. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ സുവ്യക്തത വരുത്തിയും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയുക മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടെങ്കിൽ അത് നടത്തുകയും MLA-മാരുടെ യോഗം വിളിച്ചു ചേർക്കേണ്ടതുണ്ട്, പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരെ വിളിച്ചു ചേർക്കേണ്ടതുണ്ട്, വകുപ്പ് മന്ത്രിമാരെ നിശ്ചയിക്കേണ്ടതുണ്ട്, ഓരോ ഘടകകക്ഷികൾക്കും ആവശ്യമായ മന്ത്രികൾ നൽകേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ കൃത്യവും ശക്തവുമായ രൂപത്തിൽ ഒരുപക്ഷെ ഒരു ഘടകകക്ഷി ഒരുമിച്ചിരുന്ന് നേടിയ ഈ വിജയത്തിൽ ഒരു കല്ലുകടി പോലും അവശേഷിപ്പിക്കാതെ എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനമെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് പരിസമാപ്തിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യാതൊരു സംശയവും നമുക്ക് വേണ്ട. ഷിൻഡെയുടെ നേതൃത്വത്തില്, ദേശീയ ജനാധിപത്യ സഖ്യ നേതൃത്വത്തില് BJPയുടെ ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രിയായിക്കൊണ്ടുള്ള ഒരു തീരുമാനം, ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങ് ആസാദ് മൈതാനിയിൽ വരുന്ന ശുഭവാർത്തയാണ് മഹാരാഷ്ട്ര. ശരി ശ്രീ TP ജയചന്ദ്രൻ. ശ്രീ സിബി സത്യൻ, ഇത് തന്നെ ആയിരിക്കുമോ മഹാരാഷ്ട്രയിൽ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടക്കുന്നു. അതിൽ ചില കല്ലുകടികൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ശിവസേനയും NCPയും സ്വാഭാവികമായിട്ടും മികച്ച വകുപ്പുകൾ ചോദിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ചോദിച്ചേ പറ്റൂ. അങ്ങനെ തന്നെ ആയിരിക്കും. മുഖ്യമന്ത്രിയാകുവാനുള്ള ആഗ്രഹം എന്തായാലും ഷിൻഡെ ഉപേക്ഷിച്ചിട്ടുണ്ടല്ലോ.
ഗ്രൗണ്ടിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? താങ്കൾ മുംബൈയിലെ മാധ്യമപ്രവർത്തകനായതുകൊണ്ട് അതിൽ കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വാസ്തവമുള്ളതാണോ, അതോ അതിനും അപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ മഹാരാഷ്ട്രയിൽ? മഞ്ജുഷ, നിലവില് ഒരു തീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ആഭ്യന്തര വകുപ്പാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ മന്ത്രിസഭയില് ദേവേന്ദ്ര ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൈവശമായിരുന്നു ആഭ്യന്തരം. ഇപ്പോൾ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അവസാന തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും എല്ലാ വഴികളും നീങ്ങുന്നത് ഫഡ്നാവിസിലേക്ക് തന്നെയാണ്. അപ്പൊ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകുമ്പോൾ അതിന് താഴെ തങ്ങളുടെ പാർട്ടിക്ക് ആഭ്യന്തരം കിട്ടണം, ആഭ്യന്തരമന്ത്രിയായിരിക്കണം എന്നുള്ളതാണ് ശിവസേന പക്ഷത്തിന്റെ ഒരു കടുത്ത ഡിമാൻഡ്. അത് വിട്ടുകൊടുക്കാൻ BJP തയ്യാറല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിലാണ് ഈ തർക്കങ്ങളും തുടർച്ചയായിട്ടുള്ള ഈ മീറ്റിങ്ങുകളും ഒക്കെ നടക്കുന്നത്. നിലവിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു കടിപിടി നടക്കുകയാണ്. കാരണം പ്രധാനപ്പെട്ട വകുപ്പുകൾ തങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് കുറച്ച് വകുപ്പുകൾ മാത്രമായിട്ട് NCP അജിത് പവാർ പക്ഷത്തിനും ഷിൻഡെ ശിവസേന പക്ഷത്തിനും വീതിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. എന്നാൽ ഇത് സാധ്യമല്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇരു പാർട്ടികളും. അതോടൊപ്പം തന്നെ അജിത് പവാർ പക്ഷത്തിന് കുറച്ചുകൂടി നല്ല പോർട്ട്ഫോളിയോ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഷിൻഡെ പക്ഷം ആക്ച്വലി കുറച്ച് അസംതൃപ്തരാണ്. നിലവിലുള്ള അവസ്ഥയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ സഹായം മാത്രം മതി BJPക്ക് സർക്കാർ ഉണ്ടാക്കാൻ. അപ്പൊ അതുകൊണ്ട് രണ്ട് പക്ഷവും ഈ പറഞ്ഞ പോലെ വിട്ടുവീഴ്ച ചെയ്തേ മതിയാവൂ എന്നുള്ളതാണ്. കാരണം ഒന്നുകിൽ ഷിൻഡെ പക്ഷത്തിനെ ഒഴിവാക്കി തന്നെ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയും, അജിത് പവാർ മാത്രം കൂടെ ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ അജിത് പവാർ പക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയും, ഷിൻഡെ പക്ഷം കൂടെ ഉണ്ടായാൽ മതി. അപ്പൊ ഇത് BJPക്ക് തൽക്കാലം ഈ ഒരു വലിയ ബലം നൽകുന്നുണ്ട്. ഈ മൊത്തത്തിലുള്ള ഒരു ബാലൻസിങ് ആക്ടിനിടയിൽ BJPക്ക് ഒരു വലിയ ബലം നൽകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഷിൻഡെക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഷിൻഡെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലത്ത് കൊണ്ടുവന്ന ലഡ്കി ബഹൻ പോലുള്ള സ്കീമുകളും പിന്നെ നമ്മൾ പറയുന്ന മറ്റ് അല്ലാതുള്ള ഒരുപാട് അട്ടിമറി സംഭവങ്ങളൊക്കെ എന്റെ സൈഡിലുണ്ടെങ്കിൽ പോലും അതൊരു വലിയ എന്താ പറയുന്നത് ഒരു ഘടകമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരത്തെ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ ഷിൻഡെയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് BJPയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കുറച്ചൊരു താല്പര്യം ഷിൻഡെയോടുണ്ട് എന്നുള്ളത് ഇക്കാര്യത്തിൽ ഷിൻഡെക്ക് കുറച്ച് അനുകൂലമായിട്ട് ഭവിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഷിൻഡെയെ കൂടാതെ തന്നെ ഈ മന്ത്രിസഭ എപ്പോഴേ സത്യപ്രതിജ്ഞ ചെയ്ത് രംഗത്ത് വരുമായിരുന്നു. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഷിൻഡെയോടുള്ള ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഈ ചർച്ചകൾ ഇത്രയും നീളുന്നതും ശിവസേന പക്ഷം കുറച്ചൊക്കെ കടുംപിടുത്തം തുടരാൻ സഹായിക്കുന്നതും. കാരണം തുടർച്ചയായിട്ട് ഈ ചർച്ചകളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഷിൻഡെ വിട്ടുനിൽക്കുന്നത്? അങ്ങനെ ഒരു വിട്ടുനിൽക്കൽ ഇല്ലേ യഥാർത്ഥത്തിൽ? അവിടെ ചർച്ചകൾ നടക്കുമ്പോൾ എപ്പോഴും BJPയും അജിത് പവാർ NCPയുമേ ഉള്ളൂ. ഷിൻഡെ അതിൽ ഭാഗഭാക്കാകുന്നില്ല ഇല്ലേ? ഇപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് പോയതിനു ശേഷം ഇപ്പോൾ മുംബൈയിൽ തിരികെ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിൽ അദ്ദേഹത്തിന് നേരിട്ടുള്ള സാന്നിധ്യം ഉണ്ടോ? അദ്ദേഹത്തിന് നേരിട്ടുള്ള സാന്നിധ്യമില്ല. അവസാന ചർച്ചകളിൽ പോലും അദ്ദേഹം വിർച്വലായിട്ടാണ് ഇപ്പൊ ചർച്ചകളിൽ പലതിലും പങ്കെടുക്കുന്നത്. അവസാന ദിവസം അദ്ദേഹം ഈ പറഞ്ഞ അസുഖബാധിതനായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് അസുഖബാധിതനായിട്ട് തന്നെയാണോ അതോ ഒരു തന്ത്രമാണോ എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അസുഖബാധിതനായെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു കാരണം കൊണ്ട് തന്നെ ചർച്ച ചെയ്തത്. എന്നാൽ ഫഡ്നാവിസിന്റെ വിശ്വസ്തനായ ഗിരീഷ് മഹാജൻ ഉണ്ട്. ഗിരീഷ് മഹാജൻ ഏകനാഥ് ഷിൻഡെയുടെ വീട്ടിലെത്തിയിട്ട് അദ്ദേഹമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ നിരവധി ചർച്ചകൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറൊരു രസകരമായ സംഗതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷിൻഡെ പക്ഷത്തോട് ഒരു താല്പര്യം BJP കേന്ദ്ര നേതൃത്വത്തിനുണ്ട്, ഷിൻഡെയോട് ഒരു താല്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫഡ്നാവിസിനെ ഒരു എന്താ പറയാ കൃത്യമായിട്ടൊരു തലത്തിൽ നിർത്താനായിട്ട് അവര് ഷിൻഡെയോ ഉപയോഗിക്കുന്നുമുണ്ട് എന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കാരണം കഴിഞ്ഞ തവണ ഫഡ്നാവിസ് ഒറ്റയ്ക്ക്, അതായത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഒരു ഹീറോയിസം കളിക്കാൻ ശ്രമിച്ചതിന് ഒരു ശക്തമായ ഒരു താല്പര്യക്കുറവ് കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പാർട്ടിയെല്ലാം പിളർത്തി രംഗത്ത് വന്നിട്ടും ഷിൻഡെ പക്ഷത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് അതേ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഫഡ്നാവിസിനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്ന് ഒരു കഥ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഏറെക്കുറെ സത്യവുമാണ്. അപ്പൊ അതുപോലെ തന്നെ ഫഡ്നാവിസിന് ചെക്ക് വെക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം കൂടി ഇതിനകത്ത് ഇല്ലാതില്ല. കാരണം അല്ലാത്ത പക്ഷം BJPയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഷിൻഡെ പക്ഷത്തെ എപ്പോഴേ എടുത്ത് കളഞ്ഞിട്ട് അവർ അജിത് പവാറിന്റെ കൂടെ മന്ത്രിസഭ രൂപീകരിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇപ്പോ ആഭ്യന്തര വകുപ്പിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നുണ്ടെങ്കിലും ഷിൻഡെക്ക് അത് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് അവസാന റിപ്പോർട്ടുകൾ പറയുന്നത്. അദ്ദേഹത്തിന് ആഭ്യന്തരം ഇല്ലാതെ തന്നെ മന്ത്രിസഭയിൽ ജോയിൻ ചെയ്യേണ്ടി വരും. ശരി, മോഹൻ വർഗീസ്, ആ ഒരു നിരീക്ഷണം താങ്കൾ യോജിക്കുന്നുണ്ടോ? അതായത് ഷിൻഡെയെ ഉപയോഗിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന് കൂടുതൽ മികവ് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ദേശീയ നേതൃത്വത്തിന്റെ ഒരു കളി അതിനകത്തുണ്ടോ? ഷിൻഡെയോട് ദേശീയ നേതൃത്വത്തിന് അടുപ്പവും കൂടുതലാണ്. അല്ല, അങ്ങനെ ഒരു ആംഗിള് അവിടെ ഈ ഘട്ടത്തിൽ ഇത്രയും
സംഭവം ഇത്രയും കുളമായ സ്ഥിതിക്ക് ഒരു കല്ലുകടിയും ഉണ്ടാവേണ്ടതല്ല. ഇത്രയും ഗൗരവമായ ഒരു പ്രതിസന്ധി ഉടലെടുത്ത സ്ഥിതിക്ക് ആ വഴി കൂടി BJP നേതൃത്വത്തിന്, അൾട്ടിമേറ്റ് നേതൃത്വത്തിന്, അതായത് ശ്രീ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും എത്രത്തോളം വേണ്ടപ്പെട്ടവനാണ് ഫഡ്നാവിസ് എന്നതുകൂടി ഒരു പക്ഷേ ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ട ഒരു സമയമായി. അതുകൊണ്ട് ശ്രീ CB സത്യൻ പറയുന്ന ആ ഒരു കാര്യം, ആ ഒരു ആംഗിൾ ഒരു തിയറി എന്ന നിലയിൽ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാമെന്നേ ഉള്ളൂ. പക്ഷേ അതിനുപരിയായി മറ്റൊരു കാര്യം കൂടി ഇവിടെ കാണേണ്ടതുണ്ട്. അത് BJPയുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ, അതായത് സഖ്യകക്ഷികളെ കൂടെ നിന്ന് മത്സരിച്ച് സഖ്യകക്ഷികളെ ഇപ്പോൾ സാമാന്യം നല്ല നമ്പേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് തർക്കമില്ല. പക്ഷേ ആത്യന്തികമായി സഖ്യകക്ഷികളുടെ പൊളിറ്റിക്കൽ ടർഫിലേക്ക് ആഴത്തിൽ വേര് പടർത്താനുള്ള BJPയുടെ ശ്രമം, അത് വളരെ കാലമായി, ഏതാണ്ട് കഴിഞ്ഞ 20 വർഷമായി തുടരുന്ന ഒരു ശ്രമമാണ്. BJP ആഗ്രഹിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഹിന്ദുത്വ സ്പേസ്, അല്ലെങ്കിൽ സാംസ്കാരിക ദേശീയമായ സ്പേസ്, അത് ശിവസേനയുമായി പങ്കിടുന്നതിലെ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ 5 വർഷം മുൻപ് അനുഭവിച്ചു. കഴിഞ്ഞ 5 വർഷം മുൻപ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. ഏതാണ്ട് അതിൻ്റെ പകുതി, 100 സീറ്റിൻ്റെ പകുതി സീറ്റുകൾ മാത്രമേ അന്നത്തെ സഖ്യകക്ഷിയായ അവിഭക്ത ശിവസേനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി ശിവസേന വാശി പിടിച്ചു. കാരണം അതിനുള്ള പ്രധാന കാരണം, മുൻകാലങ്ങളിൽ ശിവസേനയുടെ ചിറകിലേറിയാണ് BJP പലപ്പോഴും അധികാരത്തിൽ വന്നത്. മനോഹർ ജോഷിയൊക്കെ പലപ്പോഴും മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പിന്നീടാണ് ആദ്യമായിട്ട് ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായപ്പോൾ they have tasted real power. BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഒരന്തരീക്ഷം. ആത്യന്തികമായി ശിവസേന, അത് ഏത് ശിവസേന ആയിക്കോട്ടെ, ഉദ്ധവ് ശിവസേനയോ ഷിൻഡെ ശിവസേനയോ, അത് രണ്ടും ശിവസേന തന്നെയാണ്. ഈ സ്പേസ് കൂടി ഓക്യുപ്പൈ ചെയ്തുകൊണ്ട് അനിഷേധ്യ ശക്തിയായി ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ, പൂനെ, ആ മേഖല ഉൾപ്പെടുന്ന സംസ്ഥാനത്തെ നിരന്തരമായി തുടർച്ചയായി ഭരണത്തിലിരിക്കുകയെന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ, അത് അരക്കെട്ടുറപ്പിക്കുന്നതിന് ഒരു വലിയ നേതൃത്വം പ്രാദേശികമായി ഷിൻഡെയാകട്ടെ മറ്റ് ഏതെങ്കിലും പ്രാദേശിക നേതാക്കളാകട്ടെ തങ്ങളെക്കാൾ തലപ്പൊക്കത്തിൽ വളരാൻ സാധ്യതയുള്ള ഒരു നേതാവിനെ തുടർച്ചയായിട്ട് ഇരുത്താനാവില്ല. അതുകൊണ്ട് അവർ ഇപ്പോഴത്തെ നിലയിൽ പിണക്കി മാറ്റാനുമാവില്ല. അതുകൊണ്ടാണ് പരമാവധി വിലപേശൽ നടത്തി പരമാവധി മുന്നോട്ട് പോവുകയും. ഇനി ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. കാരണം പിളർപ്പെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ പുത്തരിയല്ല, ശിവസേനയ്ക്കും പുത്തരിയല്ല. ഷിൻഡെ ഒരുപാട് കിഴക്കോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഷിൻഡെയുടെ പാർട്ടിയെ പിളർത്തിയെടുക്കാൻ പോലുമുള്ള സാഹചര്യം മഹാരാഷ്ട്രയിലുണ്ട്. അതുകൊണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് പോകുക, ഒരുപക്ഷെ ആ ഒരു ഭീഷണി പ്രയോഗം അന്തരീക്ഷത്തിലുണ്ടാവാം. ഒരുപക്ഷെ ഇതെല്ലാം തന്നെ നമ്മൾ പുറമേ വെളിയിൽ വരാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഷിൻഡെ ഇത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ അണികളെ കൂടെ നിർത്താനാണ്, അല്ലെങ്കിൽ ശിവസേനയുടെ ആ ഒരു അസ്തിത്വം, മുംബൈ മേഖല വാഴുന്ന അല്ലെങ്കിൽ കൊങ്കൺ മേഖലയിലെ നിർണായക ശക്തിയായ ശിവസേന, ആ ശിവസേനയുടെ പ്രതാപം തന്നിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ വിട്ടുകൊടുത്താൽ പറ്റില്ല. ആഭ്യന്തരം ഒരു കാരണവശാലും വിട്ടുകൊടുക്കാനാവില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പവർ ഷെയറിംഗ് ഫോർമുല അനുസരിച്ച് ഫഡ്നാവിസ് വഹിച്ചിരുന്ന ആഭ്യന്തരം ഇപ്പോൾ ഫഡ്നാവിസിന് മുഖ്യമന്ത്രി പദം കൊടുക്കുമ്പോൾ തനിക്ക് തന്നെ ലഭിക്കണം, അല്ലെങ്കിൽ താൻ നിശ്ചയിക്കുന്ന തൻ്റെ മകനാണ് ഉപമുഖ്യമന്ത്രിയെങ്കിൽ ആഭ്യന്തരത്തിൻ്റെ ചുമതലയുള്ള ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കണം. അതുമാത്രമല്ല, നഗരവികസനത്തിൻ്റെ മന്ത്രാലയം വളരെ നിർണായകമാണ്. കാരണം മുംബൈ കോർപ്പറേഷനാണ് യഥാർത്ഥത്തിൽ ശിവസേനയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം. അവിടെ ആ മന്ത്രാലയത്തിൻ്റെ ചുമതല, നഗരവികസന മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള പാർട്ടിക്ക് ഏതാനും വാരം മുന്നോട്ട് പോകാനാവും. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഷിൻഡെയുടെ ഭാഗത്തെ അതിശക്തമായ വിലപേശൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അദൃശ്യമായ ചില ഫാക്ടേഴ്സ് അന്തർലീനമാണ് ഇതിനകത്തെ. ഫഡ്നാവിസിനെ ഒന്ന് ചെക്ക്മേറ്റ് ചെയ്യുക, ഒന്ന് ദുർബലനാക്കി, ചെറിയ രീതിയിൽ ദുർബലനാക്കി, കേന്ദ്ര നേതൃത്വം അതിശക്തമായി ഫഡ്നാവിസിന് പിന്നിൽ ഉണ്ട് എന്ന പ്രതീതി ഫഡ്നാവിസിന് തോന്നാത്ത രീതിയിൽ, എന്നാൽ ചെറിയ രീതിയിൽ മെരുക്കിയെടുത്ത് ദേശീയ നേതൃത്വത്തിന് കൂടി അഭിമതനാകുന്ന രീതിയിൽ മുന്നോട്ട് പോവുക എന്ന ഒരു ചിന്ത, ആ ചിന്ത ഇല്ലായിരുന്നുവെങ്കിൽ ഇതിന് മുൻപ് തന്നെ, ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സത്യപ്രതിജ്ഞ ഉറപ്പായും നടക്കേണ്ടത് തന്നെയാണ്. ശരി, ശ്രീ TP ജയചന്ദ്രൻ, ഈ ഒരു നിരീക്ഷണമുണ്ടല്ലോ, അത് CB സത്യനാണ് തുടങ്ങി വെച്ചത്. സഖ്യകക്ഷികളെ ഇല്ലാതാക്കുന്ന ഒരു തന്ത്രം എന്ന് തന്നെയാണല്ലോ. അവരെ കൂടെ നിർത്തിക്കൊണ്ട് അവരെ പതുക്കെ ഇല്ലാതാക്കുന്ന ആ BJP തന്ത്രം, അത് മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശിവസേനയ്ക്കൊക്കെ അക്കാര്യം ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു റെസിസ്റ്റൻസും ഇക്കാര്യത്തിൽ ഉണ്ടാകും. പക്ഷേ ഇത്തവണ അത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച ചെയ്യുന്നത്. BJPക്ക് ആ പ്രതിരോധമൊക്കെ തകർക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്രയും MLA-മാരെ കിട്ടിയിട്ടുണ്ട്. അതൊരു ഗുണകരമാണ്. അതല്ലായിരുന്നുവെങ്കിൽ പകച്ച് സംഭവിച്ചേനെ, വിലപേശൽ അവിടെ നടന്നേനെ.
പക്ഷേ എങ്കിലും ഈ പറയുന്ന നിരീക്ഷണത്തോട് താങ്കൾ എങ്ങനെയാണ്, താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? സിബി സത്യൻ തുടങ്ങി വെച്ച ആ വിലയിരുത്തൽ. നോക്കൂ, ഞാൻ വളരെ സാഹൂതം ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ശ്രീ മോഹൻ സാർ. അദ്ദേഹത്തിന് ഒരു ഗുരുസ്ഥാനത്ത് തന്നെ നിന്നാണ് പലപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളെ കാണാറും ഒരുപാട് പാഠങ്ങൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാറുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞാൻ നിഷേധിക്കുന്നില്ല, ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അവസരങ്ങളുടെ കലയാണ്. അവസരങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുകയും യാഥാർത്ഥ്യങ്ങളെ അവസരങ്ങളുമായി കൂട്ടിയിണക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കക്ഷിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും മോഹൻ വർഗീസ് സാർ പറഞ്ഞ മാതിരി ഭാരതീയ ജനതാ പാർട്ടി സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷേ ഞാൻ ഈ ചർച്ചയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കേവല രാഷ്ട്രീയ അധികാരത്തിനപ്പുറത്തേക്ക് ഈ രാജ്യത്തിന്റെയും ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകുക മാത്രമല്ല, ഒരുപക്ഷെ ജഗദ്ഗുരു സ്ഥാനത്തേക്ക് ഭാരതാംബയെ വളർത്തിയെടുക്കുക എന്നുള്ള ചരിത്രപരമായ ദൗത്യത്തിനും നേതൃത്വം കൊടുക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. കേവല അധികാരത്തിനപ്പുറത്തേക്ക് പ്രായോഗിക രാഷ്ട്രീയത്തിൽ രാജ്യത്തിലെയും ജനങ്ങളുടെയും ക്ഷേമവും മോക്ഷവും അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പദപ്രയോഗങ്ങളിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം. നോക്കൂ, സിബി സത്യൻ സാറ് പറഞ്ഞു അധികാരം അല്ലെങ്കിൽ ഇതിനുവേണ്ടിയുള്ള കടിപിടി. സത്യൻ സാറെ, ഞാൻ ആ വാക്കിനോട് വിയോജിക്കും. കടിപിടി എന്ന അർത്ഥത്തിലേക്കല്ല, ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ സമന്വയത്തിന്റെയും സമരസത്തിന്റെയും ആവശ്യമുണ്ട്. അതുകൊണ്ട് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. പക്ഷേ ഘടകകക്ഷികളെ വിഴുങ്ങുക എന്നുള്ളതോ അവരെ അപ്രധാനമാക്കുക എന്നുള്ളതോ BJPക്ക് എന്താ പറയുക മേധാവിത്വം ലഭിക്കുമ്പോൾ അവരെ തള്ളിക്കളയുകയോ ചെയ്യുന്നത് BJPയുടെ രീതിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശിവസേനയെ കുറിച്ച് പറയുമ്പോൾ പ്രൊലോങ്ഡ് BJPയുടെ പാർട്ണറായിരുന്നു ശിവസേന. ഭാരതീയ ജനതാ പാർട്ടി ഒരുപക്ഷെ ഇത്രത്തോളം ശക്തമല്ലാത്ത ഒരു കാലഘട്ടങ്ങളിൽ പോലും ആശയപരമായ ദൃഢതയുടെയും സാമ്യത്തിന്റെയും പേരിൽ പരസ്പരം സഹകരിച്ചും പരസ്പരം മനസ്സിലാക്കിയും പൊരുത്തപ്പെട്ടും മുന്നോട്ട് പോയ ഒരു ശക്തിയാണ് യഥാർത്ഥത്തിൽ ശിവസേന. BJPയുടെ വളരെ ദീർഘകാലമുള്ള ഒരു പാർട്ണറായിരുന്നു. പക്ഷെ ഇടക്കാലത്ത് അതിനകത്ത് ചില വ്യക്തികളുടെ താല്പര്യങ്ങളും അവരാണ് വലുത് എന്ന ബോധവും ഒക്കെ ഉണ്ടായപ്പോൾ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. നോക്കൂ, കഴിഞ്ഞ രണ്ടാം BJP NDA സർക്കാരിന്റെ കാലഘട്ടത്തിൽ വ്യക്തമായ മെജോറിറ്റി ഉണ്ടായിട്ട് പോലും ഘടകകക്ഷികളെ നമ്മൾ അപ്രധാനമായിട്ട് കണ്ടിട്ടില്ല. അവരുടെ വികാരങ്ങൾ നമ്മൾ ഒരിക്കലും കുറച്ച് കണ്ടിട്ടില്ല. അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോവുക എന്നുള്ള രാഷ്ട്രീയ സമന്വയ രീതിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുന്നേറ്റത്തിന് കാരണമാവുകയും ചെയ്തത്. അത്തരം ഒരു ക്ഷമാപൂർവമായ പ്രവർത്തനമാണ് മഹാരാഷ്ട്രയിൽ മോഹൻ സാർ പറഞ്ഞ മാതിരിയിൽ കഴിഞ്ഞ തവണ മെജോറിറ്റി നമുക്കായിട്ട് പോലും ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഒറ്റക്കക്ഷിയായിട്ട് പോലും ഇത്രയും കാലഘട്ടത്തിൽ നമ്മളൊപ്പം നിന്ന ഒരു കക്ഷിയെയും രാഷ്ട്രീയ ഭൂപടത്തിൽ മഹാരാഷ്ട്രയുടെ പ്രാധാന്യവും കൂടെ മോഹൻ സാർ പറഞ്ഞ മാതിരി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഏത് വിധേയനെയും അധികാരം പിടിക്കുക, അത് നിലനിർത്തുക, അത് BJPയുടെ ലക്ഷ്യങ്ങൾ ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ചർച്ചകൾ നീണ്ടുപോകേണ്ടതുണ്ട്. ഒരു ഘടകകക്ഷി ഇല്ലാതാക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യമല്ല. പക്ഷേ ഘടകകക്ഷികളെ ആശ്രയിച്ചുകൊണ്ട് കാലാകാലങ്ങൾ ഭരണം നിലനിർത്തുക, അതുവഴി BJPയുടെ ലക്ഷ്യങ്ങളുടെയും BJPയുടെ കാഴ്ചപ്പാടുകളെയും മറ്റുള്ളവരെ ആശ്രയിച്ച് നിലകൊള്ളുക എന്നുള്ളതും BJPയുടെ ലക്ഷ്യവുമല്ല. അതുകൊണ്ട് ഘടകകക്ഷികളെ പരിധിക്ക് നിർത്തുക എന്നതിനപ്പുറത്തേക്ക് ഘടകകക്ഷികൾ വിലപേശിക്കൊണ്ട് നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളെ തന്നെ നിരായുധരാക്കുന്ന തരത്തിലേക്ക് വളരുമ്പോൾ അതിനെ വകവെച്ചു കൊടുക്കാനും BJPക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവരെ തള്ളിക്കളയുകയില്ല. അത്തരം കാര്യങ്ങൾ അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഘടകകക്ഷിയുമായി അമഞ്ചതപ്പെട്ടുകൊണ്ട് ഒരു മുന്നണി സംവിധാനത്തെ ബലവത്താക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും ഭാരതത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരികയും എന്ന പ്രവർത്തനത്തിൽ അനിവാര്യമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ചിലപ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുമിച്ചൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരസ്പരം ബോധ്യപ്പെടുത്തുകയും ഭാവിയിൽ ഒരു ദൃഢമായ ഗവൺമെന്റിനെ രൂപപ്പെടുത്തിക്കൊണ്ട് മഹാരാഷ്ട്ര പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഘടനയും അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സുസ്ഥിരമായ ഒരു ഗവൺമെന്റ് നേതൃത്വം കൊടുക്കണം. ജനങ്ങൾ TP ജയചന്ദ്രൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാലതാമസം എന്ന് പറയുന്നത് അത് ആ ഘടകകക്ഷിക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാനുള്ള ഒരു സമയമാണ്. അതെടുക്കുന്നത് കൊണ്ടൊരു പ്രശ്നമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ ഈ സഖ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ ഫലം വന്നതിന് ശേഷം പിന്നെ ഉണ്ടായ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതാണല്ലോ. ഇതുമായി ബന്ധമില്ല എങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തിൽ വലിയൊരു ഭിന്നിപ്പിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.
അത് പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. പാർലമെന്റ് തുടർച്ചയായി സ്തംഭിക്കുന്നത് അത് പ്രതിപക്ഷത്താണ് അത് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. TMC അവിടെ എതിർപ്പുമായിട്ട് വന്നിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ SP എതിർപ്പുമായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസ് ഒരു വശത്ത് ഒറ്റപ്പെട്ട ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ആ കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് BJPക്ക് അതിൽ കൂടുതൽ ആത്മവിശ്വാസം വരുന്നതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു കൊള്ളാം, നിങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ കാര്യം നോക്കിയാൽ മതിയെന്ന്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം സഖ്യകക്ഷിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഈ മന്ത്രിസഭാ രൂപീകരണം താമസിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയല്ലേ നമ്മളും പറയുന്നത്. സഖ്യകക്ഷികൾക്കിടയിൽ തർക്കമുണ്ട്, അത് പരിഹരിക്കാനാണ് കാലതാമസം ഉണ്ടാകുന്നത്. അദ്ദേഹം അത് കുറച്ചുകൂടെ ഭംഗിയുള്ള കടിപിടിയല്ല, അതൊരു അഭിപ്രായ വ്യത്യാസമാണ്. അത് സമവായത്തിലൂടെ പരിഹരിക്കുന്നത്. അതെ, രണ്ട് വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ വ്യത്യാസം നമ്മൾ ഈ പറഞ്ഞ ആശയത്തിലുണ്ടെന്ന് കരുതുന്നില്ല. കാരണം നമുക്ക് ഇത്രയും ശക്തമായ ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്നിട്ടും, ഇത്രയും ശക്തമായ നിലയിലായിരുന്നിട്ടും, ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയാത്ത 23-ാം തീയതി റിസൾട്ട് വന്നതാണ്. ഇന്ന് ഡിസംബർ 3-ാം തീയതി എത്തുന്നു. എന്നിട്ട് ഇതുവരെയും നമുക്കിത് പരിഹരിക്കാൻ കഴിയാതിരിക്കുന്നത് ഒരു സീരിയസ് ആയ കുഴപ്പമാണ് ഒരു BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നത് അദ്ദേഹം അംഗീകരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ വസ്തുതയാണ്. അതോടൊപ്പം തന്നെ എന്താ പറയുന്നത്, ഈ പറഞ്ഞ മന്ത്രിസഭാ സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ബഹളം, അല്ലെങ്കിൽ ബഹളം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും ഒഫൻസീവ് ആവും. അതുകൊണ്ട് അതിനുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച ഇനി അവസാനിച്ചിട്ടില്ല. ആ ചർച്ച അവസാനിക്കാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ സത്യപ്രതിജ്ഞ തീയതി പ്രഖ്യാപിച്ചത് എനിക്ക് തോന്നുന്നു ഇതിനൊരു അവസാനം ഉണ്ടാകണം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാരണം 5-ാം തീയതി എന്തായാലും സത്യപ്രതിജ്ഞ നടക്കും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ നിർമ്മലാ സീതാരാമനെയും മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയും വിജയ് രൂപാനിയെയും നിരീക്ഷകരായിട്ട് അയച്ചിട്ടുണ്ട്. രാത്രി അവർ മുംബൈയിൽ എത്തുന്നുണ്ട്. അത് മാത്രമല്ല നാളെ നിയമസഭാ കക്ഷി യോഗം BJPയുടെ ചേരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നിയമസഭാ കക്ഷി നേതാവിനെ, അതായത് അടുത്ത മുഖ്യമന്ത്രി എന്ന് തന്നെ പറയാം, തെരഞ്ഞെടുക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ നാളെ ആ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അത് ദേവേന്ദ്ര ഫഡ്നവിസ് ആയിരിക്കും. പിന്നെ മഹായുതിയുടെ യോഗത്തിൽ അതൊരു സംയുക്ത പ്രഖ്യാപനം എന്ന രീതിയിൽ. അപ്പോൾ നടപടിക്രമങ്ങൾ മാത്രമല്ലേ ഇനി ബാക്കിയുള്ളൂ. ഒരത്ഭുതവും സംഭവിക്കാനില്ലല്ലോ. ദേവേന്ദ്ര ഫഡ്നവിസ് അടുത്ത മുഖ്യമന്ത്രിയാകുന്നു മഹാരാഷ്ട്രയുടെ, അല്ലേ SB? അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനല്ലോ നിലവിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സ്കോപ്പ് ഇല്ല അവിടെ മഞ്ജുഷ്. കാരണം ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു 120 സീറ്റെങ്കിലും പ്രതിപക്ഷത്തിനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത്ഭുതങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. അത് അപ്പോൾ കുറെ കൂടെ വ്യത്യസ്തമായിട്ട് BJP ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, ഇപ്പോൾ ഷിൻഡെ ശിവസേന പിണങ്ങി മാറി നിൽക്കും, അങ്ങനെ ഒരു തോന്നലുണ്ടോ? അതായത് സർക്കാരിൽ പുറമേ നിന്നുള്ള പിന്തുണ, പക്ഷെ അത് ആത്മഹത്യാപരമായിട്ടുള്ള ഒരു തീരുമാനമായി മാറുകയും ചെയ്യും. അത്രയ്ക്ക് വലിയൊരു ഐഡിയോളജിക്കൽ സ്റ്റാൻഡുള്ള ഒരു സംഘം ആൾക്കാരല്ല ഷിൻഡെ ശിവസേനയുടേത്. അവർക്ക് അധികാരമില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ഈ ചർച്ചകൾ എന്ന് പറയുന്നത് പരമാവധി അധികാര സ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫണ്ടുള്ള മിനിസ്ട്രികൾ കിട്ടാനുള്ള ഒരു എന്താ പറയുന്ന ഒരു കടുംപിടുത്തമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം എല്ലാ പാർട്ടികൾക്കും നിലനിൽക്കാൻ വലിയ ഫണ്ടിങ് വേണം. അതിന് നല്ല ഫണ്ടുള്ള മിനിസ്ട്രികൾ വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായ ഒരു എന്താ പറയാ എന്താ നമ്മളതിന് പറയുന്നത് ഒരു കടുംപിടുത്തം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അതിനുള്ള വിലപേശലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിലപേശലല്ലാതെ പാർട്ടികൾക്ക് രക്ഷയില്ല. കാരണം നിലവിലെ കണ്ടീഷനിൽ, കാരണം ഈ നിലവിലെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 132 സീറ്റുകളിലധികമുള്ള BJPക്ക് ഇത്രയും സീറ്റുകളല്ല യഥാർത്ഥത്തിൽ. അത് നമ്മൾ മനസ്സിലാക്കണം മഞ്ജുഷ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അജിത് പവാർ സഖ്യത്തിലും ഷിൻഡെ ശിവസേന സഖ്യത്തിലും BJP നേതാക്കന്മാർ മത്സരിച്ച് വിജയിച്ചു വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അവരും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ സത്യത്തിൽ കേവല ഭൂരിപക്ഷത്തിലുള്ള MLA-മാരുടെ എണ്ണം ഏതാണ്ട് BJPക്ക് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് അസാധാരണമായ ശക്തി നിലവിൽ മഹാരാഷ്ട്രയിലുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് സഖ്യകക്ഷികൾ പോലും സത്യത്തിൽ ഒരു വലിയ പ്രതിസന്ധി അല്ല BJPക്ക്. ശരിയാണ്. മറ്റൊരു കാര്യം, ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യം, അത് ശ്രീ TP ജയചന്ദ്രനാണ് ആ വിഷയം ഇവിടെ ഉന്നയിച്ചതും. ഈ സഖ്യകക്ഷികളുടെ കാര്യം പറയുമ്പോൾ ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിലെ ഈ വലിയ വിജയം മഹായുതിക്ക് ഉണ്ടായതിനു ശേഷം തകരുന്നു എന്നുള്ള സൂചനയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ഒറ്റപ്പെടുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നത്. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഈ ഫലമാണല്ലോ. അത്രയും വലിയ തകർച്ച അവിടെ മഹാവികാസ് അഘാഡിക്ക് ഉണ്ടായത്. അവിടെ കോൺഗ്രസും NCPയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ഒന്നിച്ചു നിന്നിട്ട് പോലും ഒരു
ഒരു തരത്തിലും ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ മഹാവികാസ് അഘാഡിക്ക് ഏതെങ്കിലും രീതിയിൽ നല്ലത് എന്ന് പറയുവാനുള്ള ഒരു സ്കോപ്പും ഇല്ലാത്തതാണല്ലോ. അത് കോൺഗ്രസിന് പിന്നീട് ഒരു ബാർഗൈനിങ് പവർ ഇല്ലാത്തതും കോൺഗ്രസ് നിശബ്ദമാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതാണല്ലോ ഇന്ത്യ സഖ്യത്തിലെ ഇപ്പോൾ ഈ എതിർപ്പിനുള്ള കാരണവും. ആ കോൺഫിഡൻസ് കൂടി ഇവിടെ ടി.പി. ജയചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു. അതെ, ഇതിനകത്ത് വളരെ രസകരമായിട്ട് മഞ്ജുഷ് എനിക്ക് തോന്നിയത്, കാരണം മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ നോക്കിക്കാണുന്ന ഒരുവിധപ്പെട്ട തെരഞ്ഞെടുപ്പ് വിദഗ്ധരും ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും, അതായത് മുൻ ഇലക്ഷൻ കമ്മീഷണർ ഖുറേഷി അടക്കമുള്ള ആൾക്കാർ, പർഗാല പ്രഭാകർ അടക്കമുള്ള നിർമ്മല സീതാരാമന്റെ ഭർത്താവായ പർഗാല പ്രഭാകർ അടക്കമുള്ള ആൾക്കാർ ഈ ഇലക്ഷൻ പ്രോസസ്സിൽ ശക്തമായ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും ശക്തമായ വാദങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത്തരം വിഷയങ്ങളെ ടേക്കപ്പ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത്തരം വിഷയങ്ങളിൽ അതിശക്തമായ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് വരേണ്ടതാണ്. കർണാടക ഇലക്ഷനിൽ മഹാരാഷ്ട്ര ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവനൊരു ഗ്രാമം അവിടെ ഇന്ന് റീപോളിംഗ് നടത്തുന്നുണ്ട്. കാരണം അവര് ചെയ്തോ അതെ, കർഫ്യൂ പ്രഖ്യാപിച്ച് പോലീസ് അതെ, അപ്പൊ അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. 5-ാം തീയതി വരെ കർഫ്യൂ വെച്ചിട്ടുണ്ട്. അപ്പം ഇത്തരമുള്ള എല്ലാ കാര്യം, അതായത് അവിടെ ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ ഉയർത്തെഴുന്നേറ്റിട്ട് ഞങ്ങളുടെ ഫലം കറക്റ്റ് അല്ല എന്ന് പറയുന്ന ഒരു പ്രക്ഷോഭം വരെ ഉണ്ടായി തുടങ്ങിയിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡ് വേണ്ട വിധത്തിൽ ഇത്തരം ഒരു സംഭവം ഏറ്റെടുത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മൾ അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. കാരണം ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഇത്തരം ഒരു പേപ്പർ ബാലറ്റിനകത്ത് തിരിച്ചു വരണമെങ്കിൽ, അല്ലെങ്കിൽ EVM എന്ന് പറയുന്നത് ഒരു പ്രശ്നകാരിയായ സംഭവമാണെങ്കിൽ അതിനെ പരിപൂർണമായി അബോളിഷ് ചെയ്യത്തക്ക രീതിയിലുള്ള ചെയ്തുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കാനുള്ള ഒരു വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുമെന്നൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും മഹാരാഷ്ട്ര പോലെ ഇത്രയും വലിയൊരു സംസ്ഥാനത്ത് ഇത്രയും നിർണായകമായ ഇലക്ഷനിൽ ഇത്രയും ശക്തമായ സാധ്യതകൾ ഉണ്ടായിരുന്ന ഇലക്ഷനിൽ ആരും വിചാരിക്കാത്ത പോലെ തകർന്നടിഞ്ഞു പോയിട്ടും അതിന് തക്ക തരത്തിലുള്ള ഒരു പ്രതികരണം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമുള്ള ആ ഒരു വാർത്താക്കുറിപ്പിൽ പോലും ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തുകൊണ്ടുള്ള വാർത്താക്കുറിപ്പല്ല, അവരുടെ പ്രമേയത്തിൽ പോലും, അവരുടെ റെസൊല്യൂഷന്റെ അതിൽ അവസാന പാരഗ്രാഫിൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനു മുൻപ് വലിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങളിത് വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് കൊണ്ടുപോകും, ഇത് ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ്, മഹാരാഷ്ട്രയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ പ്രചാരണം നടത്താൻ പോവുകയാണ്. അവിടെ EVMന്റെ കാര്യം എടുത്തു പറഞ്ഞിരുന്നു, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ക്രമക്കേടാണ് ഇത് സംഭവിക്കാൻ കാരണമെന്നൊക്കെ. പക്ഷേ ആ പാരഗ്രാഫിൽ ഒരിടത്ത് പോലും EVM എന്നുള്ള പേരേ പറഞ്ഞിട്ടില്ല, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പേരേ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. മറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നത് CWC, അതായത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ബിലീവ്സ് ദ ഇന്റഗ്രിറ്റി ഓഫ് ദ എൻറ്റയർ ഇലക്ട്രൽ പ്രോസസ് is being severely compromised. അതിൽ അവസാന സെന്റൻസ്, the Congress will take these public concerns as a national movement എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് എന്താണ് ക്രമക്കേട് എന്നുള്ള കാര്യം പോലും വ്യക്തമാക്കുവാനായിട്ട് ഈ പ്രമേയത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശ്രീ സിബി സത്യൻ. അപ്പോൾ അത് ഇന്ത്യ സഖ്യത്തിൽ ഇതും ഈ എതിർപ്പിനൊരു കാരണമായിട്ട് മാറിയിട്ടില്ലേ? അത് മാത്രമല്ല, പാർലമെന്റിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിപക്ഷത്തിന്റെ ബഹളം, അതിനെ പോലും എതിർക്കുകയാണ് ഇന്ത്യ സഖ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ. അതാണ് തൃണമൂൽ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും കാര്യം ഞാൻ പറഞ്ഞത്. അത് കോൺഗ്രസിനെതിരെ ഒരു ശബ്ദമായി മാറിയിരിക്കുകയാണ്. അല്ലെ, കോൺഗ്രസ് നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലൊരു ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മൾ അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. എന്തുകൊണ്ടാണ് അവരത് പരാജയപ്പെടുന്നത് എന്നത് മനസ്സിലാകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിഷ്പക്ഷരായ ഇലക്ഷൻ നിരീക്ഷകർ, നിഷ്പക്ഷരായിട്ട് ഇതിനെ വിലയിരുത്തുന്ന ആൾക്കാർ പോലും കൃത്യമായിട്ട് സംശയങ്ങളുമായി രംഗത്ത് വന്നിട്ട് അതിനെ ഒന്ന് ആവർത്തിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിയുന്നില്ല എങ്കിൽ ശരിക്കും ഒരു പരാജയം കോൺഗ്രസിന് ഇതുപോലുള്ള വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നതിലുണ്ട്. അതായത് ഇതുപോലുള്ള പരാജയങ്ങൾ ഇനി വരികയാണെങ്കിൽ അത് നിശബ്ദമായി സഹിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു നിശബ്ദ സന്ദേശം കൂടി കോൺഗ്രസ് ഇതുവഴി പുറത്തുവിടുന്നുണ്ടെന്നാണ്. ഓരോ മണ്ഡലങ്ങളിലും ഇത് നിയമ നടപടികളിലേക്ക് കൊണ്ടുപോകും, അവിടെയെല്ലാം പ്രചാരണം നടത്തും എന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നുവല്ലോ. കോൺഗ്രസ് മാത്രമല്ല, സഖ്യകക്ഷികളും ചേർന്നുള്ള ഒരു പ്രചാരണം അതുണ്ടായിട്ടില്ലേ മഹാരാഷ്ട്രയിൽ സിബി? മഹാരാഷ്ട്രയിലെ എല്ലായിടത്തും വിവിപാറ്റ് എണ്ണാനുള്ള അപേക്ഷകൾ നൽകിയിട്ടുണ്ടായിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും, അതായത് 288 മണ്ഡലങ്ങളിലും വിവിപാറ്റ് ഒത്തുനോക്കാനുള്ള അപേക്ഷ കോൺഗ്രസ് നൽകിയിരുന്നു എന്നാണ് എന്റെ അറിവ്. അപ്പം അതിന്റെ ഫൈനൽ തീരുമാനം എന്തായെന്ന് അറിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നാളെയാണെന്ന് തോന്നുന്നു ശ്രീ രമേശ് ചെന്നിത്തലയും നാനാ പട്ടോളയും ഒക്കെ ഒരു സിറ്റിങ്ങിന്, നേരിട്ടുള്ള ഒരു സിറ്റിങ്ങിന് ഇലക്ഷൻ കമ്മീഷൻ ക്ഷണിക്കുകയുണ്ടായിരുന്നു. അപ്പം അതവരെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ ഫലം കൂടി അത് ഇന്നാണോ നാളെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. യോഗം വെച്ചിരുന്നത് ഇന്നായിരുന്നു, അതിന്റെ ഔട്ട്കം എന്താണെന്ന് അറിയില്ല.
ഓക്കെ ഓക്കെ അപ്പം അതിന്റെ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ അവര് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് മഹാരാഷ്ട്ര ഘടകം ശക്തമായി പോരാടുന്നുണ്ട് ഇപ്പോഴും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം മഹാരാഷ്ട്ര ഘടകത്തില് നാനാ പട്ടോളെ എല്ലാ ദിവസവും ഓരോ ഇലക്ഷൻ ഇഷ്യൂസും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലെ മറ്റേ ഈ സോലാപൂരിലെ ഈ ഗ്രാമത്തില് ഇലക്ഷൻ അനുവദിക്കാത്ത അഡ്മിനിസ്ട്രേഷൻ നടപടി അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ട്, അതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ അത് നടന്നിരുന്നെങ്കിൽ ഒരുപാട് ഗ്രാമങ്ങൾ ഇതുപോലുള്ള വോട്ടെടുപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമെന്ന ഭയം കൊണ്ടാണ് സർക്കാർ ഇത് തടഞ്ഞിരിക്കുന്നത് എന്നൊരു തോന്നൽ പൊതുവെ കോൺഗ്രസിലെ പ്രാദേശിക നേതൃത്വത്തിലുണ്ട്. പക്ഷേ വളരെ വിചിത്രം, ഞാൻ വീണ്ടും പറയുന്നു, വിചിത്രമായി തോന്നുന്നു ഹൈക്കമാൻഡ് എന്തുകൊണ്ടാണ്, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഈ വിഷയം ടേക്കപ്പ് ചെയ്യാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ശ്രീ മോഹൻ വർഗീസ്, ഈ മഹാരാഷ്ട്രയിലെ സർക്കാർ രൂപീകരണം ഇത്രയും വൈകുന്നതിനെ പോലും ചില നേതാക്കൾ അവിടെ കുറച്ച് പരിഹാസ രൂപയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ഒന്നും തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നൊന്നും ഒന്നും ഉയർന്നു കേൾക്കുന്നില്ല. അതുപോലെ തന്നെയാണ് സിബി ഇവിടെ ചൂണ്ടിക്കാണിച്ച ഈ പ്രചാരണം നടത്തുന്നത്. EVM വലിയ കുഴപ്പമുണ്ടാക്കി എന്നൊക്കെയാണല്ലോ കോൺഗ്രസ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അതിലൊരു പ്രചാരണത്തിനോ നിയമ പോരാട്ടത്തിനോ ഒന്നും വരുന്നില്ല. ശ്രീ മഞ്ജുഷ്, ഈ കോൺഗ്രസിന്റെ കയ്യിൽ വടിയെടുത്ത് കൊടുത്താൽ പോലും അടിക്കാൻ അറിയാൻ വയ്യാത്ത രീതിയിൽ ചിലപ്പോഴൊക്കെ പരിങ്ങുന്നുണ്ട്. എന്നാൽ ചില സമയത്ത് കൊടുമ്പിരി കൊള്ളുന്ന ചില പ്രസ്താവനകളുമായി മുന്നോട്ട് വരികയും ചെയ്യുന്നു. ഇതിന് ഒരുപക്ഷെ ഫ്ലിക്കറിങ് സിൻഡ്രോം എന്ന് വേണേൽ പറയാം. മിന്നി കത്തുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ചില സമയത്ത് നല്ല പ്രകാശമാണ്, ചില സമയത്ത് കംപ്ലീറ്റ്ലി അണഞ്ഞു പോകുന്ന ഒരു മാതിരിയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്ക്. നോക്കൂ, കഴിഞ്ഞ ഈ സമീപകാലത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രകടനം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഗ്രാഫ് ഏറ്റവും ഉയരത്തിൽ നിന്നത് 100 സീറ്റുകളുമായി ലോക്സഭയിൽ സാമാന്യം ഭേദപ്പെട്ട പ്രകടനം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചു. അതിന് മുൻപും അതിനുശേഷവും കോൺഗ്രസ് മത്സരിച്ച മിക്ക സംസ്ഥാനങ്ങളിലും, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് മുതലായ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപും അതിനുശേഷം നടന്ന ഹരിയാന, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വേണ്ട രീതിയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സഖ്യകക്ഷികളുമായി ചേർന്ന, പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി അല്ലെങ്കിൽ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്, ഈ കക്ഷികളുടെ മുൻപിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രഭാവം അത് മങ്ങലേറ്റു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മഹാരാഷ്ട്രയിൽ പോലും ഒരു സഖ്യത്തിന് നേതൃത്വം നൽകുന്ന ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ്, ഇപ്പോൾ നോക്കൂ, 101 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. കേവലം ജയിച്ചത് 16-17 സീറ്റിൽ മാത്രമാണ്. ശിവസേന അതിനേക്കാൾ കുറച്ച് സീറ്റ് കുറച്ചു മത്സരിച്ച് ഉദ്ധവ് സേന 20 സീറ്റെങ്കിലും നേടി. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റ് നേടി മഹാരാഷ്ട്രയിൽ അതിശക്തമായ നേതൃസ്ഥാനത്തെത്തി. അതിൻ്റെ കെയർ ഓഫിൽ കൂടുതൽ സീറ്റിൽ മത്സരിച്ചു. സ്ട്രൈക്ക് റേറ്റ് ഏറ്റവും കുറവ് കോൺഗ്രസിന് തന്നെയാണ്. അതുപോലെ NCPക്കും വളരെ കുറവ് തന്നെയാണ്, ശരത് പവാറിൻ്റെ NCPക്ക്. അവിടെ സഖ്യകക്ഷികളുമായി മഹാരാഷ്ട്രയ്ക്കുള്ളിലും മഹാരാഷ്ട്രയ്ക്ക് പുറത്തും ഇന്ത്യ മുന്നണിക്കുള്ളിലും സഖ്യകക്ഷികളുമായ ഒരു വിലപേശൽ, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനിൽ കോൺഗ്രസ് ഏറെ പുറകോട്ട് പോയി. അതുകൊണ്ടാണ് ലോക്സഭയിൽ ഇപ്പോൾ ചർച്ച സ്തംഭിക്കുന്ന അവസ്ഥ വന്നപ്പോൾ ആദ്യമൊക്കെ സഖ്യകക്ഷികൾ സഹകരിച്ചു. ഇപ്പോൾ പറയുന്നു ലോക്സഭാ ചർച്ച നടക്കണം. അവിടെ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മോസ്കിൽ നടത്തിയ അളവെടുപ്പുകളെല്ലാം അതെല്ലാം സംഭാൽ വിഷയം ചർച്ച ചെയ്യപ്പെടണം. ചർച്ച ചെയ്യാനുള്ള അനുവാദം നൽകപ്പെട്ടിരിക്കുകയാണ്. അത് അവർ വളരെ പ്രധാനപ്പെട്ട വിഷയമായി എടുക്കുന്നു. തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലെ വിഷയം വളരെ വലിയ വിഷയമാണ്. അതിനകത്തൊരു വിരോധാഭാസമുണ്ട്. മമതാ ബാനർജിയുടെ വോട്ട് ബാങ്കിൽ പ്രധാനമായും ഒരു മുസ്ലിം, ബംഗ്ലാദേശിൽ നിന്ന് ഉൾപ്പെടെ കടന്നു വന്നിട്ടുള്ള മുസ്ലിങ്ങളുടെ പിൻതലമുറയാണ് ഒരുപക്ഷെ മമതയുടെ വോട്ട് ബാങ്കിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും, ഒരു നല്ല ഭാഗമെങ്കിലും. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി മമത ഒഴുക്കുന്ന കണ്ണീർ, അല്ലെങ്കിൽ കണ്ണീരോ ആകാം, അത് ലോക്സഭയിൽ പ്രതിഫലിക്കണം. ആ ഒരു വാശി തൃണമൂൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ചകൾ നടക്കണം. എന്നാൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ താല്പര്യം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക താല്പര്യമാണ്. അത് അതന് വിഷയത്തിൽ കാര്യമായ ചർച്ചകൾ ഉണ്ടാവണം. അതിന് വിഷയം വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ചതിന് ശേഷം അതിൽ സത്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കാര്യമായ ട്രാക്ഷൻ പൊളിറ്റിക്കൽ സർക്കിളിൽ ലഭിക്കാതെ പോയ ഒരു വിഷയമാണ്. അതുകൊണ്ട് ആ വിഷയത്തിന് വേണ്ട പരിഗണന ലഭിച്ചില്ല. സഖ്യകക്ഷികളുടെ ഭാഗത്ത് കോൺഗ്രസിൻ്റെ ഈ ഒരു ആവശ്യത്തിന് വലിയ അംഗീകാരം ലഭിച്ചില്ല. അവിടെ ഏതാണ്ട് പൂർണ്ണമായും ഇന്ത്യ മുന്നണിക്കുള്ളിൽ കോൺഗ്രസ് പാർട്ടി ഒറ്റപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിലാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ ഇനി അഴിമതി നടന്നു, അല്ലെങ്കിൽ EVM ക്രമക്കേട് നടന്നു എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ
സഖ്യകക്ഷികളുടെ കൂട്ടുപിടിച്ച് അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാവുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ ഈ പ്രസ്താവന, ശ്രീ മഞ്ജുഷ് വായിച്ച പ്രസ്താവനയുടെ അവസാന വരിയിൽ ഒരു ചെറിയ വാക്ക് മാത്രം, ചെറിയൊരു സംശയത്തിൻ്റെ ഒരു തരി മാത്രം വെളിയിൽ വെച്ചുകൊണ്ട് കോൺഗ്രസ് പെരുമാറുകയാണ്. അതുകൊണ്ടൊരു കൺവിക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിന്നി മിന്നി കത്തുകയാണ്, ഫ്ലിക്കറിംഗ് ആണ് സംഭവിക്കുന്നത്. ഒരു നാൾ നമ്മൾ വിചാരിക്കും രാഹുൽ ഗാന്ധി അതിശക്തമായി നേരെ നിന്ന് നയിക്കുന്നു, പാർലമെൻറ്റിൽ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നു, കോൺഗ്രസ് പാർട്ടി ഇതാ സട്ടകുടഞ്ഞെഴുന്നേറ്റു. അടുത്ത നിമിഷം വീണ്ടും പഴയ ഒരു ലെഥാർജിക് ഫീലിലേക്ക് പോവുകയാണ്. ജനം ആഗ്രഹിക്കുന്നത് മുഖ്യ പ്രതിപക്ഷ കക്ഷിയിൽ നിന്നും ജനം ആഗ്രഹിക്കുന്നത് കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ്. ഭരണകക്ഷിയെ നിരന്തരം മുൾമുരയിൽ നിർത്താനുള്ള കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം വലിയ പ്രതീക്ഷ ഉയർത്തിയെങ്കിൽ പോലും ഇന്ത്യ മുന്നണി, ആ ഒരു ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് പൂർണ്ണ രൂപത്തിൽ ജനത്തിന് മനസ്സിലാകുന്നില്ല. അതുമാത്രമല്ല, സംസ്ഥാനങ്ങളിലെ ഇന്ത്യ മുന്നണി പരീക്ഷണം ഇപ്പോൾ ബംഗാളിൽ നടക്കില്ല എന്ന് ഉറപ്പായല്ലോ. ഡൽഹിയിൽ കേജ്രിവാൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, കോൺഗ്രസ് വേറെ മത്സരിക്കുന്നു. ഇവിടെ ഹരിയാനയിൽ വേണ്ട രീതിയിൽ സഖ്യകക്ഷികളെ ഉൾക്കൊണ്ടില്ല ഈ പരാജയത്തിന് ശേഷവും. അതുമാത്രം ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ സമാജ്വാദി പാർട്ടി ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ നിർത്തി, ഒരൊറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലും ഉപതെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചില്ല. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എവിടെയാണ് ഇന്ത്യ മുന്നണി? അപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഒരാഴ്ച സമയം, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം ഉരുത്തിരിയുന്ന ദേശീയ സാഹചര്യം അത്ര ആശാവഹമല്ല. അർത്ഥ അവസരങ്ങൾ കിട്ടുമ്പോൾ പോലും അത് എടുത്ത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് വാഞ്ഞടിക്കാനുള്ള അവസരം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മെല്ലെപ്പോക്ക് കാരണം നഷ്ടപ്പെടുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്. പക്ഷേ ടി പി ജയചന്ദ്രൻ, അങ്ങനെ ഒരു ആനുകൂല്യവും ഇപ്പോൾ NDAക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ അത്ര ശുഭകരമല്ല കാര്യങ്ങൾ. നോക്കൂ മഞ്ജുഷേ, ഈ കാര്യങ്ങളെ നമ്മൾ ലഘുവായി കാണുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. നോക്കൂ, CB സത്യൻ സാർ ഉപയോഗിച്ച ഒരു പദം, ദൗർഭാഗ്യകരമാണ് കോൺഗ്രസ് ഈ അവസരങ്ങളെ ചൂഷണം ചെയ്യാത്തത്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ആരുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? നോക്കൂ, ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ഭാരതീയ ജനസംഘം രൂപീകരിക്കപ്പെട്ട് നിരവധി വർഷക്കാലത്തോളം അധികാരത്തിന്റെ 7 അയലത്ത് പോലും എത്താൻ കഴിയാതെ പ്രവർത്തിച്ച ഒരു കാലഘട്ടത്തിലും ഞങ്ങളെ പോലുള്ളവർക്ക് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് മറ്റൊന്നും ആയിരുന്നില്ല. സ്ഥിരോത്സാഹത്തിലൂടെ ജനപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായുള്ള ക്ഷമാപൂർവവും നിരന്തരവുമായ പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ന് നേടിയിരിക്കുന്ന കാര്യങ്ങൾ എത്തിച്ചത്. ഭാരതീയ ജനതാ പാർട്ടിയെ നമുക്ക് വിയോജിക്കാം, പക്ഷേ ആ വിയോജിപ്പ് ഒരു രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്കെതിരായുള്ള ഒരു വികാരമായി വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനോട് നമുക്ക് എങ്ങനെയാണ് ഒരു ദൗർഭാഗ്യകരമായ സമീപനം പറയാൻ സാധിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, BJP തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റായിരുന്നു BJP ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചത്. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ രാജ്യത്തെ EVM മെഷീന് വല്ല BJPക്ക് അട്ടിമറി നടത്താൻ സാധിക്കുമെങ്കിൽ ആ 400 അത് കഴിഞ്ഞ ആ സംവിധാനത്തിന് എങ്ങനെയാണ് ഇത് BJPക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചത്? മാത്രമല്ല, നമ്മളൊരു BJPയോടുള്ള ഒരു വിയോജിപ്പോ അതിനോടുള്ള വിരോധമോ രാജ്യത്തിന്റെ പൊതു സംവിധാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നോക്കൂ, അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ഒരു ഏകാധിപതിയോട് ഈ രാജ്യത്തിന്റെ നിരക്ഷരെന്ന് തോന്നിയ ഒരു ജനതയുടെ പ്രതികരണത്തിന്റെ ബഹിസ്ഫുരണമാണ് ഇന്ന് നിങ്ങളും ഞാനും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യപരിപാടി. ഞാൻ ഈ വാക്കുകൂടെ പ്രയോഗിക്കാൻ കാരണം, നമ്മൾ എന്തൊക്കെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാലും എന്തൊക്കെ കുറവുകളും കുറ്റങ്ങളും പറയാനുണ്ടെങ്കിലും രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ചും അതിന്റെ സംവിധാനങ്ങളുടെ വിശ്വാസതയെ കുറിച്ചും നമ്മൾ ഒരിക്കലും ചോദ്യം ശരിയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല, സുപ്രീം കോടതി പോലും ഇതിന്റെ സുതാര്യതയെ കുറിച്ചും സംശയങ്ങളെ കുറിച്ചും പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ചിന് വേണ്ടി പ്രതിപക്ഷത്തെ ക്ഷണിച്ചപ്പോൾ പ്രതിപക്ഷം ഒളിച്ചോടുകയല്ലേ ഉണ്ടായത്? ഞാൻ വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് സംവിധാനവുമായി സഹകരിച്ചും അതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കുകയും അതോടൊപ്പം നിൽക്കുകയുമാണ്. സ്വാഭാവികമായിട്ടും മോക്ക് പോളിംഗ് നടക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായുള്ള സംവിധാനങ്ങളെ കുറിച്ച് മോക്ക് പോളിംഗിൽ അഭ്യർത്ഥിച്ചാണ്. പക്ഷെ ഇതൊരു സംവിധാനത്തെ മറ്റിമറിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞ 400 ഈ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ അട്ടിമറിയായി വിജയം കോൺഗ്രസ് നേടാൻ സാധിക്കുമായിരുന്നു. ഇവിടെ കോൺഗ്രസ് പരാജയപ്പെടുന്ന എവിടെയാണ്? അവർ വിജയിക്കുമ്പോൾ അവർ EVMനെ കുറ്റം പറയില്ല, മറിച്ച് ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തുകയും ജനങ്ങൾ അകലുകയും ചെയ്യുമോ പറയുന്നു. ഇന്ന് നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഒരു കാര്യം ഞാൻ പറയും CB സത്യൻ സാറേ, BJPക്ക് കൃത്യമായ അനുഭവങ്ങളുണ്ട്. ജനതാ പരീക്ഷണത്തിന്റെ അധികാരത്തിന് വേണ്ടി എത്താൻ സാധിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരം പരമപ്രധാനമാണെങ്കിൽ പോലും ഒരു കോയലേഷൻ ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ ആശയ പൊരുത്തമില്ലാത്ത ആളുകൾ തമ്മിൽ അധികകാലം മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള അനുഭവ പാഠമാണ് ഞങ്ങൾക്ക് നൽകുന്നത്. ആ അർത്ഥത്തിലാണ്
BJP-യുമായി സഹകരിച്ച ആളുകൾ വോട്ട് ചെയ്ത് മറുകാണ്ട് പോയപ്പോൾ തിരിച്ചു വരേണ്ട അവസ്ഥയിൽ ഞങ്ങൾ ക്ഷമാപൂർവ്വം കാത്തിരുന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ നോക്കൂ, ഇന്ത്യ മുന്നണി ഹരിയാന തെരഞ്ഞെടുപ്പ്, സത്യത്തിൽ മഹാരാഷ്ട്രയല്ല, ഹരിയാന തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ആ ഒരു ബഹിസ്ഫുരണം ഉണ്ടായിരിക്കുന്നത്. അവിടെ എന്തെല്ലാമാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളും ഇന്ത്യയിലെ BJP വിരുദ്ധരും പറഞ്ഞത്? അവിടെ കർഷക സമരം, അവിടുത്തെ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം, അവിടുത്തെ മറ്റു പല വിഷയങ്ങളൊക്കെ. പക്ഷേ നമ്മൾ ധരിക്കുന്നതും നമ്മൾ പുറത്ത് മനസ്സിലാക്കുന്നതും ആയിരുന്നില്ല BJP-യുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. മറ്റുള്ളവർ ഇത്തരത്തിൽ വൈകാരിക വിഷയങ്ങളിലേക്ക് പോയപ്പോൾ വികസനത്തിന്റെയും ജനപക്ഷത്തുനിന്നുണ്ടായി. ഇപ്പൊ തന്നെ മോഹൻ സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മഹാരാഷ്ട്രയിലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ NDA ഗവൺമെന്റ് ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് വികസന അജണ്ട നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ ജനങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയുമായിരുന്നില്ല. ഇതാണ് പ്രതിപക്ഷത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. ഞാൻ ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നു, ദേശീയ ജനാധിപത്യ സഖ്യം എത്ര കാലം ജനപക്ഷത്ത് നിൽക്കുന്നുവോ, ജനകീയ വികാരവും വികസനവും എത്ര കാലം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ, അത്രയും കാലം ജനങ്ങൾ നമ്മളെ സ്വീകരിക്കും. ഇന്ദിരാഗാന്ധിക്ക് അടിയന്തരാവസ്ഥയിൽ ഉണ്ടായ അനുഭവം വെച്ച് ഞാൻ പറയുന്നു, എന്ന് ഞങ്ങളുടെ കക്ഷി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യം ജനവിരുദ്ധമാകുന്നുവോ, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊക്കെ വളരാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്നുവോ, അന്ന് ഈ മൂലക്കിരുത്തുന്നതിലും ഇന്ത്യൻ ജനാധിപത്യം സുശക്തമാണ്. ഞാൻ ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നത് ഇതല്ലേ 2014 മുതൽ ഇന്ത്യൻ പാർലമെന്റ് സ്തംഭിപ്പിച്ചതിന്റെ പുറയുള്ള ചേതോവികാരം എന്തായിരുന്നു? ഏതെങ്കിലും ഒരു വിഷയത്തിൽ പാർലമെന്റിന്റെ പുറത്ത് സുപ്രീം കോടതി വരെ പടപൊരുതാൻ പോയി. ഞാൻ വിനയപൂർവ്വം ചോദിക്കുന്നു, 370-ാം വകുപ്പ്, CAA, കർഷക, നിരവധി വിഷയങ്ങൾ എടുത്തു നോക്കട്ടെ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ പാർലമെന്റിനകത്ത് ജനങ്ങളുടെ മനസ്സിൽ സുപ്രീം കോടതി വരെയുള്ള നിയമ പോരാട്ടത്തിൽ എവിടെയെങ്കിലും പ്രതിപക്ഷത്തിനുണ്ടായോ? ഈ യാഥാർത്ഥ്യമാണ് മമത ഇന്ന് നേരത്തെ രാഷ്ട്രീയ വിരോധം കൊണ്ട് എതിർത്ത മമത സ്വന്തം കാൽക്കീഴിലെ മണ്ണും സ്വന്തം ജനതയുടെ വികാര വിചാരങ്ങളെയും സംരക്ഷിക്കാതെ ജനതയ്ക്ക് മമതയ്ക്ക് മുൻപോട്ട് സാധിക്കുമോ? ആം ആദ്മി പാർട്ടി ഉണ്ടായപ്പോഴും നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞു ഇതിന് അധികം ആയുസില്ല. കാരണം അത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള മോഹമാണ്. ഇന്ന് എത്തിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യ സഖ്യം എന്നുള്ളത് അത് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ആ ഒരു സാഹചര്യത്തിൽ മഹാവികാസ് അഘാഡി ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം വരുമ്പോഴാണ് ഇന്ത്യ സഖ്യം രൂപപ്പെട്ടു വന്നത്. അതിന് തൊട്ടു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ലായിരുന്നു. ആ സമയത്ത് കളിയാക്കുകയും ചെയ്തിരുന്നു, എന്ത് സഖ്യമാണ് രൂപീകരിക്കാൻ പോകുന്നത് BJP-ക്കെതിരെ എന്ന്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പൂർണ്ണമായിട്ടും വിജയത്തിലെത്തിയില്ലെങ്കിലും വിജയത്തിന് തൊട്ടടുത്ത് എത്തുവാൻ കഴിഞ്ഞിരുന്നു ശ്രീ TP ജയചന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നു, അത്രയേ ഉള്ളൂ. ഉയർത്തെഴുന്നേക്കാൻ അധികം സമയത്തിന്റെ ആവശ്യമില്ല. അല്ല, ഞാൻ അത് തന്നെയാണ് മഞ്ജുഷ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അവിടെ ജനങ്ങൾ അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങൾക്ക് വൈരാഗ്യമുണ്ട്. ആ ജനങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സമീപനങ്ങളാണ്. നോക്കൂ, ഇപ്പൊ ഇന്ത്യ സഖ്യം ഉണ്ടായപ്പോഴും നമ്മളിതൊക്കെ പറഞ്ഞു, അന്ന് ഞങ്ങളെ സംബന്ധിച്ച വലിയ ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല മഞ്ജുഷേ. കാരണം ഇതിന് അധികകാലം ആയുസ് ഉണ്ടാകുമോ? പ്രത്യേകിച്ച് CPM, കോൺഗ്രസ്, മമത, പിന്നെ മറ്റു പാർട്ടികൾ, ഇവർക്ക് എത്ര കാലം ഒരു മിനിമം ഈ പുറകിലുള്ള ഏറ്റവും മിനിമം ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കും, ഇന്ത്യ മുന്നണിയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? സിമ്പിളാണ്, BJP അധികാരം താഴെ ഇറക്കണം. അടുത്ത ചോദ്യം, താഴെ ഇറക്കിയിട്ടോ 6 പതിറ്റാണ്ട് ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെ വികസന കാര്യത്തിലുണ്ടായ അജണ്ടയിൽ തിരിച്ചു പോകാൻ സാധിക്കുമോ? രാജ്യത്തിന് ആഭ്യന്തരമായ വിഷയങ്ങൾ, ഭീകരവാദത്തുള്ള സമീപനം, രാജ്യത്തിന്റെ ഐക്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിൽ ഏതെങ്കിലും വിഷയത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു ഐക്യത രൂപപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? അവിടെയാണ് മഞ്ജുഷ ഞാൻ പറയുന്നത്, നെഗറ്റീവ് ആസ്പെക്റ്റിലുള്ള ഒരു മുന്നണികൾ, ഏതെങ്കിലും ഒരു മുന്നണിയെ അധികാരം താഴെ ഇറക്കാൻ വേണ്ടിയുള്ള അധികാരവുമായി ബന്ധപ്പെട്ട മോഹവുമായി ബന്ധപ്പെട്ട മുന്നണികൾ, ഇതൊരു തട്ടിക്കൂട്ട് മുന്നണി മാത്രമായിരിക്കാം. ഇത് പഴയ ജനതാ ഭരണകാലത്തിൽ BJP ആർജിച്ചെടുത്ത അനുഭവത്തിലൂടെ ഞങ്ങൾ പഠിച്ച പാഠമാണ്. ഒരു പോസിറ്റീവായ രാജ്യത്തിന്റെ വികസനം, രാജ്യത്തിന്റെ പൊതുവായ മുന്നേറ്റം, ഇതിന് സമരസപ്പെടാനും ഐക്യപ്പെടാനും പറ്റിയ കക്ഷികളുടെ കൂട്ടായ്മ, അതിനൊരു കോമൺ മിനിമം പ്രോഗ്രാം, അതിന് അംഗീകരിക്കാവുന്ന ഒരു മാനവിക തലം, ഇത് തരപ്പെടുത്തിയെടുക്കാതെ ഒരു രാജ്യത്ത് ഒരു കക്ഷിക്ക് മുന്നോട്ടാൻ സാധിക്കില്ല. സത്യൻ, നമ്മുടെ ചർച്ച മഹാരാഷ്ട്രയിൽ നിന്ന് പെട്ടെന്ന് ഇന്ത്യ സഖ്യത്തിലേക്ക് പോകാൻ കാരണം മഹാരാഷ്ട്രയിലെ പരാജയം അത് പിന്നീട് ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വിള്ളലാണ്. ശരിക്കും പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ അല്ല, അതിനു മുമ്പ് ഹരിയാനയിൽ ഉണ്ടായ പരാജയം പോലും കോൺഗ്രസിന്റെ ഈ ദൗർബല്യത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ കോൺഗ്രസിനെ ചോദ്യം ചെയ്യുന്നതിലേക്ക്. അതിൽ ശ്രീ TP ജയചന്ദ്രൻ നടത്തിയ നിരീക്ഷണങ്ങൾ അത് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അത് മാറ്റിവെക്കാം, അതിനുശേഷം നിയമസഭകളിലേക്ക് വന്ന തെരഞ്ഞെടുപ്പുകളും ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും അതിൽ രൂപപ്പെടുന്ന സഖ്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ശരിയുമാണല്ലോ. മഞ്ജുഷ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു താൽക്കാലിക പ്രതിപക്ഷ സഖ്യം തന്നെയാണ്. കാരണം ഒരിക്കലും ചേരാത്ത BJP തന്നെ പറഞ്ഞതുപോലെ ഒരു അവിയൽ മുന്നണിയാണത്.
അപ്പൊ ആ അവിയൽ മുന്നണിയുടെ ആയുസ് എന്ന് പറയുന്നത് വളരെ നിർണായകമായ ചില സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കാരണം BJP അധികാരത്തിൽ ഇറക്കണം എന്ന ആദ്യത്തെ അജണ്ട, രണ്ടാമത്തെ അജണ്ട അന്ന് എന്നിട്ട് പോലും ആ സഖ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാഥാർത്ഥ്യമായിരുന്നില്ല. കാരണം ആ സഖ്യത്തിന് രൂപം കൊടുത്ത നിതീഷ് കുമാർ തന്നെ അതിൽ നിന്ന് ആദ്യം പടിയിറങ്ങി എതിർപക്ഷത്തിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിനുശേഷം മമത അടക്കമുള്ള ആൾക്കാർ വിട്ടുനിൽക്കുകയായിരുന്നു. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റാണ് ഈ ഇന്ത്യ സഖ്യത്തെ അവസാന നിമിഷം പെട്ടെന്ന് സുദൃഢമാക്കിയെടുത്തതും ഒരു രാജ്യമൊട്ടാകെ ഒരു വലിയ തരംഗം സൃഷ്ടിക്കാൻ സഹായിച്ചതും. അപ്പൊ അത് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ അതിനുശേഷം ഉള്ള ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായി, ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടായി. BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ഒരു അലയൻസിന്റെ സഹായത്തോട് മാത്രം അധികാരത്തിൽ നിൽക്കാവുന്ന ഒരു അവസ്ഥ വന്നു. അതായത് എല്ലാത്തിനെയും തകർത്തെറിയുന്ന അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉരുക്കുമുഷ്ടി കൊണ്ട് പിടിച്ചമർത്തുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇന്ത്യയെ കുറച്ചെങ്കിലും പിച്ചവെച്ച് നടത്തിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ഇന്ത്യ സഖ്യത്തിനായി എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ്. ഇല്ലെങ്കിൽ ഒരു മൃഗീയ ആധിപത്യത്തിലേക്ക് പോകുമായിരുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരു പരിധി വരെ ഇന്ത്യ സഖ്യത്തിന് രക്ഷിക്കാനായത് എന്ന് തന്നെ പറയാം. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ജനാധിപത്യ പ്രക്രിയ പ്രശ്നത്തിലാകുന്നു എന്ന് നമ്മൾ പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ സുപ്രീം കോടതി അടക്കമുള്ള ഭരണാധികാര സ്ഥാപനങ്ങൾ പ്രശ്നത്തിലാണെന്ന് നമ്മൾ പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസ് വർഷങ്ങൾ ഇന്ത്യ ഭരിച്ചു. കോൺഗ്രസ് ഇന്ത്യയിൽ ഒരു പക്ഷേ അടിയന്തരാവസ്ഥ പോലെ ഏറ്റവും കിരാതമായ ഒരു കാലം കൊണ്ടുവന്നു. ജനാധിപത്യത്തെ അപ്പാടെ അടിച്ചമർത്തുന്ന ഒരു ഇരുണ്ട കാലഘട്ടം തന്നെയാണ് അടിയന്തരാവസ്ഥ എന്ന കാര്യം സംശയമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാലം കൊണ്ടുവന്നിട്ടും ഏറ്റവും പരമപ്രധാനമായിട്ട് തോന്നുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ക്വാസി ജുഡീഷ്യൽ ബോഡികളെ, അതായത് ഭരണഘടനയെയും ജനാധിപത്യത്തെയൊക്കെ സംരക്ഷിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. ഇവയെ ഒന്നും അമിതമായിട്ട് ഇടപെട്ട് തകർക്കാൻ അന്നത്തെ ഗവൺമെന്റുകൾ തയ്യാറായില്ല. അതൊരു പരിധിവരെ ജനാധിപത്യത്തിന്റെ സാങ്ക്ടിറ്റിയെ സംരക്ഷിക്കുന്ന ഒരു നയമായിരുന്നു. എന്നാൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന BJP തുടക്കകാലം മുതൽ തന്നെ ചെയ്തത് സുപ്രീം കോടതി അടക്കം ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള എല്ലാ സംഭവങ്ങളെയും മാരകമായി സ്വാധീനിക്കാൻ പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ്. അതായത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലുകൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലതിനെയും കയറി തച്ചുടയ്ക്കാൻ BJP നേതൃത്വം തയ്യാറായി എന്നുള്ളതാണ് ഇന്ത്യയില് ഈ പറഞ്ഞതുപോലെ അവരെ ഭയത്തോടെ വീക്ഷിക്കാൻ, ഇന്ത്യൻ ജനാധിപത്യത്തെ അപകടത്തിലാണെന്ന് തോന്നിക്കാൻ പൊതുവെ നിഷ്പക്ഷരായ ആൾക്കാരെയും പ്രതിപക്ഷത്തെയൊക്കെ പ്രേരിപ്പിച്ചത്. അതിനോടുള്ളൊരു പ്രതികരണമായിട്ടാണ് ഇന്ത്യ സഖ്യം രൂപപ്പെട്ടത്. ആ സഖ്യം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയെ അധികാരത്തിൽ എത്തുന്നതിൽ നിന്ന് തടയാൻ സാധിച്ചില്ലെങ്കിൽ പോലും BJPയെ കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുന്നതിൽ നിന്ന് തടയാൻ സാധിച്ചു എന്നുള്ളത് അതിന്റെ ഒരു വിജയമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതിന്റെ സ്വാഭാവികമായ തകർച്ച ഉണ്ടാവും. ഇനി ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ വീണ്ടും ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ്, മോഹൻ സാർ പറഞ്ഞതുപോലെ കോൺഗ്രസ് അതിന്റെ നേതൃശേഷി സമ്പൂർണ്ണമായും പ്രകടമാക്കിക്കൊണ്ട് ഈ സഖ്യങ്ങളെയെല്ലാം ഒരു മാലയിൽ കോർത്ത മണികൾ പോലെ ഒന്നിച്ചു നിർത്താൻ കോൺഗ്രസിന് സാധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യ സഖ്യം ഛിന്ന ഭിന്നമായി പോകാൻ അധികം സമയമൊന്നും വേണ്ട. വളരെ ദുർബലമായ ഒരു നൂലിലാണ് അത് കുരുക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടികൾ പരസ്പരം മത്സരിക്കേണ്ട ഒരു അവസ്ഥാവിശേഷവും നിലവിലുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു എന്താ പറയുന്നത്, ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന NDA പോലെ സുദൃഢമായ ഒരു സഖ്യമായിട്ട് നമ്മൾ കാണേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അതോടൊപ്പം തന്നെ എനിക്ക് ജയചന്ദ്രൻ മാസ്റ്ററോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ 400 സീറ്റിന്റെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് വലിയ ഒരു തരംഗമുണ്ടാക്കിയ BJP അത് നേടാനോ അല്ലെങ്കിൽ അതിന്റെ അടുത്തുപോലും വരാനോ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം പോലും നേടാനോ പരാജയപ്പെട്ടു. അപ്പം ഇതിന്റെ അർത്ഥം, അതേസമയം സംസ്ഥാനങ്ങളിൽ നല്ല വിജയം നേടുന്നതായിട്ട് അദ്ദേഹം പറയുന്നു. അതിന്റെ അർത്ഥം BJP കൊട്ടിഘോഷിക്കുന്ന മോദി പ്രഭാവം സമ്പൂർണ്ണമായിട്ട് അവസാനിച്ചോ? അതുകൊണ്ടാണോ പാർലമെന്റ് ഇലക്ഷനിൽ മഹാരാഷ്ട്രയിലും പ്രകടമായിരുന്നുവല്ലോ? അതുകൊണ്ട് തന്നെയാണല്ലോ ഷിൻഡേക്ക് ഈ ബാർഗെയിനിങ് പവറും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സീറ്റുകളുടെ എണ്ണത്തിൽ BJP ഒരുപാട് മുന്നിൽ പോയെങ്കിലും ഇത്തരത്തിലുള്ള ബാർഗെയിനിങ് പവർ സഖ്യകക്ഷികൾക്കുണ്ടാകുന്നത് മോദി പ്രഭാവം കാണുന്നില്ല എന്ന്, തന്റെ പ്രഭാവത്തിലാണ് ജയിച്ചതെന്നാണ് ഷിൻഡെ അവകാശപ്പെടുന്നത്. അതെ, 9 സീറ്റ് മാത്രമാണ് BJPക്ക് പാർലമെന്റിലേക്ക് ലഭിച്ചത്. 14 സീറ്റ് 14 സീറ്റ് പിന്നീട് ചേർന്ന വിഭജനടക്കം 14 സീറ്റ് കോൺഗ്രസ് ലഭിച്ചു മഹാരാഷ്ട്രയിൽ. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് MPമാർ കേരളത്തിനൊപ്പം മഹാരാഷ്ട്രയിലാണുള്ളത്. ജയേന്ദ്രൻ അല്ല, സത്യസഭയോട് എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ സർ. ഒന്ന്, നമ്മൾ ഏതെങ്കിലും ഒരു കക്ഷിയുടെയോ ഒരു നേതാവിന്റെയോ പിൻബലത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ സംവിധാനങ്ങളും നിലനിൽക്കുന്നത് എന്ന ധാരണയോട് എനിക്ക് കരുത്ത വിയോജിപ്പുണ്ട്. നോക്കൂ, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഛിന്ന ഭിന്നമായി പോവുമായിരുന്ന പ്രതിപക്ഷത്തെ സത്യത്തിൽ ഒരുമിപ്പിച്ച് നിർത്തിയത് ആരാണ്? ഞാൻ വിശ്വസിക്കുന്നത് അത് ഏതെങ്കിലും ഒരു നേതാവിന്റെ മാത്രം കഴിവല്ല സർ, മറിച്ച് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ രൂഢമൂലമായി വളർത്തപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്ന ജനാധിപത്യ ബോധമാണ്.
നമ്മൾ പലപ്പോഴും പുച്ഛിച്ചു അവരെ, പശുബെൽറ്റിലുള്ളവർ, എഴുതും വായനയും അറിയാത്തവർ, ജനാധിപത്യ ബോധമില്ലാത്തവർ, ഇതൊക്കെ ഉള്ളവരാണ് നമ്മൾ മലയാളികൾ എന്നായിരുന്നു സത്യം സാറേ നമ്മുടെയൊക്കെ ധാരണ. പക്ഷേ അതിനോടുള്ള പ്രതികരണത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം സീറ്റുകളും നമ്മൾ അവർക്ക് കീറെഴുതി കൊടുത്തപ്പോൾ പശുബെൽറ്റിലുള്ള വിവരമില്ലാത്തവരും നമ്മൾ ചെയ്ത ആളുകളുണ്ട്. അതൊരു സാഹചര്യത്തിന് ഉത്പന്നമായിരുന്നു. ഏതെങ്കിലും ഒരു സംവിധാനമാണ് ഇതിനെ നിലനിർത്തുന്നത് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമോ? നോക്കൂ, ഇന്ത്യ രാജ്യത്ത് കാലാഘട്ടങ്ങളിലായിരുന്ന സംവിധാനങ്ങളെ പുനർവിചിക്കുന്നതോടൊപ്പം സുശക്തമായ സംസ്ഥാനങ്ങളുടെ ഒരു പ്രകടന സംവിധാനത്തിന് മാത്രമേ രാജ്യത്തിന്റെ വൈവിധ്യവും രാജ്യത്തിന് കരുത്ത് നിർത്താൻ സാധിക്കൂ എന്ന് വിശ്വസിച്ചവരാണ് നമ്മൾ. പണ്ട് നമ്മൾ പറഞ്ഞു ഇതൊക്കെ വാജ്പേയിയുടെ കഴിവാണ്, പിന്നീട് നമ്മൾ വിശ്വസിച്ചു ഇതൊക്കെ അദ്വാനിയുടെ കഴിവാണ്, ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് മോദിയുടേതാണ്. ഞങ്ങൾ പറയുന്നത് സാർ, ഇതിനൊക്കെ വളർത്തിക്കൊണ്ടുവരികയും ഒരു മോദിക്ക് പകരം ആയിരക്കണക്കിന് മോദിമാരെയും ഫഡ്നാവിസുമാരെയും എന്താ പറയാ യോഗിമാരെയും ഒക്കെ സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള കരുത്തുറ്റ ജനാധിപത്യ സംവിധാനമില്ലേ? ഞാൻ ഒന്നുകൂടി സത്യ സാറോട് പറയും, മോദി പ്രഭാവം എന്ന് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടി തന്നെയാണ്, ഞങ്ങളല്ല. വളർന്നു വരണം സാർ. ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അവസാനിപ്പിക്കാൻ. ഒരു പ്രതിപക്ഷം വളർന്നു വരുന്നത് അനിവാര്യമാണ്. അത് അവസരങ്ങളുടെ മാത്രമല്ല, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാവുന്ന ഒരു നേതൃത്വം വേണം. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു കൾട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥിരോത്സാഹത്തെയും അദ്ദേഹത്തിന്റെ വിശ്രമരഹിതമായ പ്രവർത്തനത്തെയും കണ്ടിൽ നടിക്കാൻ സാധിക്കും. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് താങ്കളുടെ ഉത്തരം വ്യക്തമാണ്. നന്ദി ശ്രീ ടി പി ജയേന്ദ്രൻ, ശ്രീ സി ബി സത്യൻ, ശ്രീ മോഹൻ വർഗീസ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മഹാരാഷ്ട്രയിൽ ഷിൻഡെ BJPക്ക് തടസ്സമാകുമോ? തടസ്സമാകുമെന്ന് 61% പ്രേക്ഷകർ, ഇല്ല എന്ന് 35%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.